നാരായണാഖിലഗുരോ ഭഗവൻ നമസ്തേ. ഗുരുവായൂരപ്പ സർവേശ്വര കംസവിഘാതിനേ നമ. ഭഗവാനേ സ്വാമി ശരണമയ്യപ്പ. ഇന്നലെ നമ്മൾ രാസക്രീഡ പറഞ്ഞാണ് നിർത്തിയത്. ബ്രഹ്മസംബന്ധം എങ്ങനെ ജീവന് വരണമെന്ന് പറഞ്ഞിട്ട് അവസാനിപ്പിച്ചു ഇന്നലത്തെ പ്രഭാഷണം. ഇന്ന് അവിടുന്ന് ഉള്ള തുടർന്നുള്ള യാത്രയാണ്. ഭഗവാന്റെ ജീവിതം മുന്നോട്ട് പോകണു. കൂടുതൽ ഗൗരവമേറിയ കാര്യങ്ങളിലേക്ക് ഭഗവാന്റെ ജീവിതം നീങ്ങുന്നത് രാസക്രീഡയ്ക്ക് ശേഷമാണ്. ശരിക്കും രാസക്രീഡയോട് കൂടിയിട്ടൊരു ഘട്ടം അവസാനിക്കും. അടുത്ത ഘട്ടം വളരെ ചുരുങ്ങിയൊരു ഘട്ടമാണ്. വൃന്ദാവനത്തിൽ ഇനി അദ്ദേഹം അധികം കാലം ഉണ്ടാവില്ല. അക്രൂരൻ്റെ വരവോട് കൂടിയിട്ട് അതിൽ വലിയ ഒരു മാറ്റം സംഭവിക്കും. ഇന്നിപ്പോൾ രാവിലെ തൊട്ടിട്ട് എൻ്റെ ശബ്ദം ഒട്ടും ശരിയല്ല, കാരണം നല്ല ജലദോഷമായി. ക്ഷമിക്കുക. രാസക്രീഡയ്ക്ക് ശേഷം വരുന്ന പ്രധാന ഭാഗം എന്ന് പറയുന്നത് 34-ാമത്തെ അധ്യായത്തിൽ നന്ദഗോപരെ ഒരു പെരുമ്പാമ്പെന്ന് ഭഗവാൻ രക്ഷിക്കുന്നുണ്ട്. സുദർശനൻ എന്ന് പറയുന്ന ഒരു വിദ്യാധരൻ്റെ മോക്ഷമാണ്. അത് കഴിഞ്ഞാൽ ഗോപികളുടെ യുഗളഗീതം വരും, അരിഷ്ടാസുരൻ്റെ വധം വരും, കംസൻ അക്രൂരനോട് ഗോകുലത്തിലേക്ക് പോകാൻ പറയുന്നത് വരും, കേശിയുടെ വധം വരും, നാരദൻ്റെ ഭഗവത് സ്തുതി, വ്യോമാസുരൻ്റെ വധം, അക്രൂരൻ ഗോകുലത്തിലേക്ക് പോകുന്നത്, രാമകൃഷ്ണന്മാരുടെ മധുരായാത്ര, ഗോപികളുടെ വിലാപം, അക്രൂരൻ കാളിന്തിയിൽ ഭഗവാന്റെ രൂപത്തിനെ കാണുന്നത്, ലോകത്തിനെ തന്നെ കാണുന്ന ബ്രഹ്മഹൃദം എന്ന് പറയുന്ന സ്ഥലത്ത് കാണുന്നത്, അക്രൂരൻ്റെ വിശേഷമായിട്ടുള്ള ഭഗവത് സ്തുതി. വാസ്തവത്തിൽ നമ്മൾ ആ ഭാഗമൊന്നും വിസ്തരിക്കാൻ സമയമില്ലാത്തതുകൊണ്ട് ഇപ്പം തന്നെ പറയാം. ഈ അക്രൂരൻ്റെ ഭഗവത് സ്തുതിക്ക് പിന്നീട് വരുന്ന ശ്രുതിഗീതയായിട്ട്, വേദങ്ങളുടെ സ്തുതിയായിട്ട് വളരെ സാമ്യതയുണ്ട്. കുറച്ചുകൂടെ കഴിഞ്ഞിട്ടാണ് വേദങ്ങളുടെ സ്തുതി വരിക. ശ്രുതിഗീതയായിട്ട് വളരെ ചേർന്ന് നിൽക്കുന്നൊരു സ്തുതിയാണ് അക്രൂരൻ്റെ സ്തുതി. അതിനുശേഷം രാമകൃഷ്ണന്മാരുടെ ആ മനോഹരമായിട്ടുള്ള മനസ്സിനെ അങ്ങനെ ഹഠാത് ആകർഷിക്കണ മധുരാപ്രവേശം വർണ്ണിക്കുന്നു ശുഗമഹർഷി. അതിനൊക്കെ അനവധി അർത്ഥതലങ്ങളുണ്ട്. ഭഗവാന്റെ ആ രൂപം ആചാര്യനത് വളരെ ഹൃദയസ്പർശിയായിട്ട് ഇവിടെ വായിക്കുകയുണ്ടായി. അതിനുശേഷം അലക്കുകാരനെ കൊന്നത് ഭഗവാൻ. ഈ അലക്കുകാരനൊന്നും ചുമ്മാ പൊട്ടിമുളച്ച് വീഴുന്ന കഥാപാത്രമല്ല. കൃത്യമായ കാരണം കൊണ്ടാണ് അവിടെ അലക്കുകാരൻ വരുന്നതും അലക്കുകാരനെ കൊല്ലുന്നതും. അതിനുശേഷം ഈ തുന്നൽക്കാരനെ അനുഗ്രഹിക്കുന്നത്, അവൻ്റെ പേരും സുദാമാവ് എന്നാണ്. അതാണ് രസം. അത് കഴിഞ്ഞ് മാലക്കാരനാണ് സുദാമാവ്. ഒരു തുന്നക്കാരൻ മാല ഉണ്ടാക്കുന്ന ആൾ. അതിനുശേഷം ആ ദാസിയെ ത്രിവിക്ര എന്ന് പറയുന്ന സൈരന്ധ്രിയെ അനുഗ്രഹിക്കുന്നത്, കംസൻ്റെ ധനുർയാഗത്തിൽ വെച്ചിട്ടുള്ള വില്ല് എടുത്ത് കളിച്ച് പൊട്ടിക്കുന്നത്, കൊലയ്ക്കൊന്നുമല്ല, എടുത്ത് രണ്ടായിട്ട് കളി പോലെ എടുത്തിട്ട് അങ്ങോട്ട് ഒടിച്ച് കളയും. അത് കഴിഞ്ഞാൽ മല്ലരംഗത്തിൻ്റെ വർണ്ണനാണ്. ഭഗവാൻ പിറ്റേ ദിവസം രാവിലെ കുലാപീഠത്തിനെ വധിക്കുന്നത്, മല്ലയുദ്ധത്തിൻ്റെ അവിടേക്ക് പ്രവേശിക്കുന്നു. ചാണൂരാദി മല്ലന്മാരെ ആദ്യം വധിച്ചിട്ട് പിന്നെ കംസനെ വധിക്കുന്നു. ദേവകി വസുദേവന്മാരെ കാരാഗ്രഹത്തിൽ നിന്ന് മോചിപ്പിക്കുന്നതും, മുത്തച്ഛനായിട്ടുള്ള ഉഗ്രസേനൻ്റെ രാജ്യാഭിഷേകം, രാമകൃഷ്ണന്മാരുടെ ഉപനയനം, അതിനുശേഷം സാന്ദീപരുടെ ആശ്രമത്തിലെ വിദ്യാഭ്യാസം, തുടർന്ന് പഞ്ചജൻ എന്ന് പറഞ്ഞ അസുരൻ്റെ കയ്യിൽ നിന്ന് സാന്ദീപരുടെ പുത്രനെ ഭഗവാൻ രക്ഷിച്ചു കൊണ്ടുവന്ന് ഗുരുദക്ഷിണയായിട്ട് കൊടുക്കുന്നത് വരെയാണ് ഇപ്പോൾ വായിച്ച് നിർത്തിയിട്ടുള്ള ഭാഗം. ഞാൻ സ്ഥിരം പറയാറുള്ള പോലെ എന്തിനാണ് ഞാൻ ഇത്രയും പറഞ്ഞു വെച്ചാൽ, ഇത് പറഞ്ഞ പ്രഭാഷണത്തിൻ്റെ ധർമ്മം കഴിഞ്ഞു. പിന്നെ നമുക്ക് നമ്മുടെ ഇഷ്ടമാതിരി എത്ര സമയം എടുത്തിട്ട് വേണമെങ്കിലും നമുക്ക് പറയാം. 1 മണിക്കൂർ കഷ്ടിയുണ്ട് നമുക്ക്. വളരെ വലിയൊരു ഭാഗമാണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ തലനാരഴ കയറി പരിശോധിച്ച് പോയി ഭഗവാനെ കൂടുതൽ മനസ്സിലാക്കാനുള്ള അവസരമാണ് ശുഗമഹർഷി ആ രാസക്രീഡയ്ക്ക് ശേഷം അങ്ങോട്ട് ഇടുന്നത്. അത് നമുക്ക് ശരിക്കും ഉൾക്കൊണ്ടു പോകാൻ സാധിച്ചു കഴിഞ്ഞാൽ ദശമസ്കന്ധത്തിൻ്റെ ഹൃദയം നമ്മുടെ ഹൃദയമായിട്ട് മാറും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. രാസക്രീഡ സംഭവിക്കുന്നത് രാത്രി നേരത്താണ്. രാത്രിയാണ് ഏകാന്തമായ ധ്യാനം. ലൗകിക ജീവിതമായിട്ട് നമുക്കുള്ള ബന്ധം
കഴിയുന്നത്ര കുറയുന്ന സമയം രാത്രിയാണ്. മഹാത്മാക്കളൊക്കെ രാത്രികാലങ്ങളിലാണ് ധ്യാനിക്കാറുണ്ടായിരുന്നത്. വിവേകാനന്ദ സ്വാമിയുടെയൊക്കെ കഥ, അല്ലെങ്കിൽ സുഭാഷ് ചന്ദ്രബോസിൻ്റെയൊക്കെ കഥ എടുത്തു കഴിഞ്ഞാൽ അവരൊക്കെ വ്യത്യസ്ത മേഖലകളിലുള്ളവരായിരുന്നെങ്കിലും രാത്രികാലങ്ങൾ ധ്യാനത്തിന് ഉപയോഗിച്ചിരുന്നവരാണ്. ബോസൊക്കെ ചെറുപ്പത്തിൽ ഉറങ്ങാതെ ഓൾമോസ്റ്റ് പുലർച്ചെ വരെ ഇരുന്ന് ധ്യാനിക്കുമായിരുന്നു എന്നാണ് പറഞ്ഞത്. കാരണം ധ്യാനം ഉറച്ചൊരുത്ത ഒരാൾക്ക് ഉറക്കത്തിൻ്റെ ആവശ്യം വരില്ല. യഥാർത്ഥ റെസ്റ്റാണ് ശരിക്കും ധ്യാനത്തിൽ കിട്ടുന്നത്. മറ്റേത് തമോ ഗുണം വർദ്ധിച്ചിട്ടുണ്ടാവണ ക്ഷീണമാണ് നമ്മളെ ഉറക്കുന്നത്. ധ്യാനത്തിൽ തമോ ഗുണം വർദ്ധിച്ചിട്ടുണ്ടാവുന്നതല്ല, യഥാർത്ഥത്തിലുള്ള ഇൻ്റലക്റ്റിൻ്റെയും മൈൻഡിൻ്റെയും ഒക്കെ റെസ്റ്റ് അവിടെ ലഭിക്കുന്നതാണ്. അതുകൊണ്ടാണ് സമാധി അവസ്ഥയിലൊക്കെ പോകുന്ന യോഗികൾ മാസക്കണക്കിനോ വർഷക്കണക്കിനോ ഒക്കെ ധ്യാനിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഹനുമാൻ സ്വാമി ഏകദേശം 125 വർഷം കൂടുമ്പോഴേ ഉണരുള്ളൂ എന്നാണ് അദ്ദേഹത്തിൻ്റെ മൂലസ്വരൂപം. അത്രയും ധ്യാനമാണ് അദ്ദേഹത്തിന്. അപ്പം അങ്ങനെ ഉണരുമ്പോഴേ അദ്ദേഹം ശ്വാസം വിടുള്ളൂ. ഒരു പ്രാവശ്യം ശ്വാസം വിടും, വീണ്ടും പോകും. അങ്ങനെ 125 വർഷം കൂടുമ്പോഴാണ് ഒരു ശ്വാസം. കാരണം ഇത്ര സംഖ്യയുണ്ട് ശ്വാസത്തിന്. അത് കഴിഞ്ഞാൽ അദ്ദേഹത്തിനും ശരീരം വിട്ടേ പറ്റും. ഈ ചിരഞ്ജീവി എന്ന് പറഞ്ഞാൽ ഒരു എക്സ്പയറി ഡേറ്റ് ഉണ്ട്. അപ്പം രാസലീലയിൽ ഭഗവാൻ ചെയ്ത എന്താ വെച്ചാൽ ബ്രഹ്മരാത്രിയെ, ബ്രഹ്മം നിറഞ്ഞു നിൽക്കുന്ന ഒരു രാത്രിയെ സൃഷ്ടിച്ചിട്ട്, അഥവാ ബ്രഹ്മാവിൻ്റെ പോലുള്ളൊരു രാത്രി, എത്ര നേരം കടന്നുപോയി എന്ന് പറയാൻ പറ്റാത്തൊരു രാത്രി, അനന്തമായിട്ടുള്ള ദൈർഘ്യമുള്ളൊരു രാത്രിയെ സൃഷ്ടിച്ച് ഗോപസ്ത്രീകൾക്ക് ബ്രഹ്മസംബന്ധത്തിൻ്റെ രസത്തിനെ കൊടുത്തു. രാവിലെ ആയപ്പോൾ അവർക്കൊക്കെ വീടുകളിലേക്ക് പോയേ പറ്റൂ. നമ്മളെയൊക്കെ പോലെ തന്നെ ധ്യാനം കഴിഞ്ഞു, അവനവൻ്റെ ജീവിതം, സംസാര ജീവിതത്തിലേക്ക് അവർ മടങ്ങിപ്പോയി. അപ്പോൾ പകലുള്ള ജോലി സമയത്ത് നമ്മൾ പലവിധ രൂപങ്ങൾ കാണും, നാമങ്ങൾ കേൾക്കും. നാമങ്ങൾ എന്ന് പറഞ്ഞാൽ വ്യക്തികളുടെ അല്ലെങ്കിൽ ഓബ്ജക്റ്റുകളുടെ, പ്രഷർ കുക്കർ, കയ്യിൽ ചട്ടുകം, അടുപ്പ്, സ്കൂള്, ടിഫിൻ ബോക്സ്, ഇതൊക്കെ നമ്മൾ കേൾക്കും. ഇങ്ങനെ രൂപങ്ങളും നാമങ്ങളും നമ്മൾ കാണും. പല പ്രതിസന്ധികളുണ്ടാവും. അപ്പോൾ പലവിധ ശബ്ദങ്ങളൊക്കെ കേൾക്കേണ്ടി വരുമ്പോൾ അതിൻ്റെയൊക്കെ ഭാഗമായിട്ട് ചില കാര്യങ്ങൾ ഇങ്ങനെ ചെയ്യണം, അയ്യോ ഇങ്ങനെ ചെയ്യേണ്ടായിരുന്നു, ഇതൊക്കെ തോന്നും. അതാണ് രാഗങ്ങൾ മുളയ്ക്കാൻ തുടങ്ങും. ചിലത് നടക്കും, അപ്പോൾ സന്തോഷം ഉണ്ടാവും, അപ്പോൾ അതിനോടൊരു ബന്ധം വരും. ചിലത് നമുക്ക് നടന്നില്ലെങ്കിൽ നിരാശ ഉണ്ടാവും. അപ്പോൾ ആ പകല് മുഴുവൻ ഈ രാഗദ്വേഷങ്ങൾ വർദ്ധിച്ചിട്ടാണ് കടന്നു പോവുക. അപ്പോൾ എന്താ സംഭവിക്കുക? ഈ രാത്രി കിട്ടിയ ബ്രഹ്മസംബന്ധം പോവും. രാത്രി കിട്ടിയ ബ്രഹ്മസംബന്ധം പകല് നഷ്ടപ്പെട്ടു പോകും. ഇങ്ങനെയുള്ള അവസരങ്ങളിൽ ആ ബ്രഹ്മസംബന്ധം നഷ്ടപ്പെടാതിരിക്കാൻ ഭഗവാനുമായിട്ടുള്ള ബന്ധം നിലനിർത്തി കൊണ്ടുപോകേണ്ടത് അത്യന്താപേക്ഷിതമാണ്. ഇപ്പം എൻ്റെ പ്രഭാഷണങ്ങൾ സ്ഥിരം കേൾക്കുന്നവർക്കറിയാം, ഞാൻ സ്ഥിരം ആവർത്തിക്കുന്നൊരു കാര്യമാണ്, ചെയ്യുന്ന എല്ലാ പ്രവൃത്തിയും ഭഗവാനെ സമർപ്പിച്ച് പോവുക. അത് ചെയ്യുമ്പോൾ ഈ ബ്രഹ്മസംബന്ധം പോവില്ല. നമുക്ക് നമ്മുടെ ഇത്രയും തിരക്ക് പിടിച്ചില്ല, പ്രത്യേകിച്ച് നമ്മുടെ കാലഘട്ടത്തിൽ എല്ലാവർക്കും ഒതുങ്ങിയൊരു സ്ഥലത്ത് വരുന്ന് ജപിക്കാനൊന്നും സാധിക്കില്ല. അത് അപ്രായോഗികമാണ്. അപ്പോൾ അതിന് ചെയ്യാവുന്ന മാർഗം എന്താ വെച്ചാൽ, whether we are in the office or we are driving or whatever, എന്ത് പ്രപ്പോസൽ, എന്ത് ആക്ടിവിറ്റി ആണെങ്കിലും അതിൽ നമ്മൾക്കാകുന്ന രീതിയിൽ ഈശ്വരനെ ബന്ധിപ്പിക്കുക. അത് ഇങ്ങനെ വേണമെന്നൊന്നും ശഠിക്കുന്നില്ല, ഇങ്ങനെ പാടുള്ളൂ, ഇതേ നിയമം. ഇപ്പോൾ രാമായണ മാസമായ തുടങ്ങും, പേജ് തുറക്കുക, 7 അക്ഷരം തള്ളുക, 7 വരി തള്ളുക, എന്നിട്ട് വായിക്കാൻ തുടങ്ങുക. ഇങ്ങനത്തെയൊക്കെ കുറേ അബദ്ധങ്ങൾ നമ്മുടെ നാട്ടിൽ പഠിപ്പിച്ചു. സന്ധ്യ നേരത്ത് രാമായണം ചെല്ലരുത്, ഹനുമാൻ ആ സമയത്ത് ജപിക്കണ സമയമാണ്. ഇങ്ങനത്തെ മണ്ടത്തരങ്ങളാണ്. ഏത് സന്ധ്യ? പ്രപഞ്ചത്തിലെ എവിടെ, ഭൂമിയുടെ ഏതെങ്കിലുമൊക്കെ ഒരു ഭാഗത്ത് ഏതെങ്കിലുമൊക്കെ സമയത്തൊക്കെ സന്ധ്യയാണ് ഭൂമിയുടെ. അപ്പോൾ ഹനുമാൻ ഇന്ത്യയിൽ മാത്രമാണ് ഇരുന്ന് ജപിക്കണേ. ഹനുമാൻ്റെ ദ്വീപ് തന്നെ വേറെയാണെന്നാണ് പറയണത് ഭാഗവതം. അപ്പോൾ ആ ദ്വീപ് എവിടെയാണെന്ന് പോലും നമുക്കറിയില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് നമ്മൾ ഇങ്ങനത്തെ മണ്ടത്തരങ്ങൾ പ്രചരിപ്പിക്കണം. അപ്പോൾ സമർപ്പണം എന്നുള്ളതിനുള്ള മാർഗങ്ങൾ നമ്മൾ തന്നെ കണ്ടെത്തുക. അങ്ങനെ 2 അവസരങ്ങളിൽ ഈ ബ്രഹ്മസംബന്ധം വിട്ടുപോകാൻ എന്തു ചെയ്യേണ്ടി വരും, അഥവാ ഭഗവാൻ എങ്ങനെ ഇടപെടുന്നുള്ളതിന് കാണിക്കാൻ വേണ്ടിയിട്ട് രാത്രിയത്തെ ബ്രഹ്മസംബന്ധത്തിനെ രാസക്രിയയുടെ പറഞ്ഞു. ധ്യാനത്തിൽ നമ്മൾ പൂർണ്ണമായിട്ടും ഭഗവാനിൽ ഇരിക്കുന്ന സമയത്തിലുള്ള അനുഭവത്തെ പറഞ്ഞതിന് ശേഷം ലൗകിക ജീവിതത്തിൽ വന്നു കഴിഞ്ഞാൽ ഗൃഹസ്ഥൻ എന്തനുഭവിക്കും, അപ്പോൾ ഭഗവാൻ എങ്ങനെ ഇടപെടുമെന്ന് പറയാൻ വേണ്ടി 2 കഥ പറയണം. ഒന്ന് ശിവരാത്രിക്കാല. അപ്പോൾ ആ ഉത്സവത്തിന് ശരിക്കും ഭഗവാൻ കംസനെ വധിക്കുന്നത് ശിവരാത്രിയുടെ അന്നാണ്. അന്നൊക്കെ ഡിസംബർ മാസത്തിലാണ് ശിവരാത്രി വരുന്നത്. 10,000 കൊല്ലം മുമ്പ് പഞ്ചാംഗം അങ്ങനെയായിരുന്നു. ഭൂമിയുടെ അതിനനുസരിച്ച് മാറി മാറി വന്നിട്ടുള്ളതാണ്. നമ്മളിപ്പോൾ പഞ്ചാംഗം പരിഷ്കരിക്കാത്തതുകൊണ്ടാണ്. ശരിക്കും വിഷു ഇന്ന് ഏപ്രിൽ 14 മാർച്ച് 26 വരുന്നത്. 16-ാം നൂറ്റാണ്ടിന് ശേഷം ഭൂമിയുടെ ആക്സിസിൽ ഒരു 1 ഡിഗ്രി ഡിഫറൻസ് വന്നിട്ടുണ്ട്, ഡ്യൂ ടു സം റീസൺ. അന്നിപ്പോൾ ആരും ആറ്റം ബോംബ് പൊട്ടിച്ചിട്ടൊന്നുമല്ല, ബട്ട് ദർ ഹാസ് ബീൻ സം ഡിഫറൻസ്. അതിനനുസരിച്ചിട്ട് പഞ്ചാംഗത്തിനെ പരിഷ്കരിച്ചിട്ടില്ല. വരാഹമീരൻ ആചാര്യൻ, പൂജനീയൻ, പ്രഥമ പൂജനീയൻ അസ്ട്രോളജിയിൽ അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട്, ഞാൻ ഈ എഴുതിയത് ഫൈനലല്ല,
നിങ്ങൾ കാലാകാലത്തിനനുസരിച്ചിട്ട് ബുദ്ധി ഉപയോഗിച്ച് ഇത് പരിഷ്കരിച്ചോളാം എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ചെയ്തിട്ടില്ല. നമ്മുടെ ആദ്യത്തെ പ്രധാനമന്ത്രിയുടെ കാലത്ത് ഒരു തട്ടിക്കൂട്ട് കമ്മിറ്റി ഉണ്ടാക്കിയിട്ട് ഒരു അയനാംശം ഉണ്ടാക്കി, അദ്ദേഹത്തിൻ്റെ സുഹൃത്തായിരുന്നുകൊണ്ട് അതും വെച്ചിട്ടാണ് നമ്മുടെ ജാതകമൊക്കെ ഗണിക്കുന്നത്. അത്രയും അപകടം നമ്മുടെ ജ്യോതിശാസ്ത്രത്തിൻ്റെ അവസ്ഥ ഇന്ന് ഭാരതത്തിൽ. അപ്പോൾ അത് പോട്ടെ, അത് വേറൊരു വിഷയമാണ്. അപ്പോൾ ഓണം വരുന്നത് കർക്കിടകത്തിലാണ്, അഷ്ടമിരോഹിണി കർക്കിടകത്തിലാണ് വരുന്നത്, വിനായക ചതുർത്ഥി കർക്കിടകത്തിലാണ് വരുന്നത്, എല്ലാം മാറി ആഘോഷിക്കുന്നത്. പിന്നെ എങ്ങനെ ഈ ധർമ്മം രക്ഷപ്പെടും? യഥാർത്ഥ തിഥികളൊക്കെ ഇന്ന് മാറി. ഇപ്പം നമ്മുടെ പിറന്നാളുകൾക്ക് പോലും ഈ പ്രശ്നമുണ്ട്. പ്രത്യേകിച്ച് ഈ നാളെടുത്ത് പിറന്നാൾ കഴിക്കുന്നവർക്ക് കൂടുതൽ പ്രശ്നമുണ്ട്. അതൊക്കെ വലിയ വിഷയമാണ്. അപ്പോൾ ഇവിടെ ഈ ശിവരാത്രി ഉത്സവം നടക്കുകയാണ്. ആ ശിവരാത്രി ഉത്സവ കാലത്ത് ഈ ഗോപഗണങ്ങളൊക്കെ കൂടെ അവരുടെ വണ്ടികളിലൊക്കെ കയറി, ഞാൻ പറഞ്ഞല്ലോ ഇവരൊക്കെ നൊമാഡ്സാണ്, നാടോടികളാണ്. അപ്പോൾ വണ്ടികളിൽ കയറിയിട്ട് അവരിങ്ങനെ നീങ്ങും ഓരോ സ്ഥലത്തേക്ക്. ഇതിപ്പോൾ താമസം മാറുന്നൊന്നുമില്ല. അവർ കുറച്ച് ദിവസത്തേക്ക് എന്ന് പറഞ്ഞിട്ട് അംബികാവനം എന്ന് പറയുന്ന ഒരു പുണ്യസ്ഥലത്തേക്ക് ചെന്നു. വൃന്ദാവനത്തിൽ നിന്ന് കുറച്ച് ദൂരെയാണ് സ്ഥലം. അവിടെ സരസ്വതി നദി അക്കാലത്ത് ഒഴുകുന്നുണ്ട്. ഭഗവാന്റെ ജീവിതകാലത്തും സരസ്വതി ഡ്രൈ ആയി പോയിട്ടില്ല. സരസ്വതി കടലിൽ ചേർന്നിരുന്ന സ്ഥലമാണ് ഇന്നത്തെ റാൻ ഓഫ് കച്ച് ഏരിയ ഈ ഗുജറാത്തിൽ. അങ്ങനെ അവിടെ വിധിപൂർവ്വം സ്നാനം ചെയ്തിട്ട് പൂജാസാമഗ്രികൾ കൊണ്ട് അമ്മയും അച്ഛനെയും സാമ്പ ശിവനെ, അതായത് അമ്പയോട് കൂടിയിട്ടുള്ള ശിവനെ അവിടെ അവർ പൂജ കഴിച്ചു. ആ രാത്രി സരസ്വതി നദീതീരത്ത് കഴിഞ്ഞു കൂടുന്ന സമയത്ത് നന്ദഗോപൻ അവിടെ കിടന്നുറങ്ങുക. അവരൊക്കെ ഇങ്ങനെ നിലത്തൊക്കെ വിരിച്ച് കിടക്കുന്ന ആൾക്കാരാണ്. അവരൊന്നും ഹോട്ടലൊന്നും എടുത്തിട്ടൊന്നും അല്ലല്ലോ താമസിക്കുന്ന കാലത്തൊക്കെ. സൗകര്യങ്ങളൊക്കെ പരിമിതമാണ്. രാത്രി ഒരു പെരുമ്പാമ്പ് വന്നിട്ട് നന്ദഗോപൻ്റെ കാലിനെ ഏകദേശം 3/4 ഭാഗത്തോളം വിഴുങ്ങി. മുഴുവൻ വിഴുങ്ങാനുള്ളൊരു ശ്രമം നടക്കുമ്പോൾ അദ്ദേഹം കൃഷ്ണ എന്നെ പാമ്പിൽ നിന്ന് രക്ഷിക്കണേ എന്നങ്ങോട്ട് ഉറക്കം വിളിച്ചു പറഞ്ഞു അത്രേ. അത് കേട്ടിട്ട് മറ്റുള്ളവർ ഓടി വന്നു. അവരൊക്കെ തീക്കൊള്ളി കൊണ്ടൊക്കെ അടിച്ചു. ആ അവിടുത്തെ രാത്രിത്തെ ക്യാമ്പ് ഫയർ ഒക്കെ ഉണ്ട്, അതിൻ്റെ തീക്കൊള്ളിയൊക്കെ കൊണ്ടുവന്നിട്ട് അവർ അടിക്കുകയൊക്കെ ചെയ്തിട്ട് ആ പാമ്പ് പിടിവിട്ടില്ല. ഭഗവാൻ വരണത് വരെ അത് അടിയും കൊണ്ട് കിടന്നു. ഭഗവാൻ നല്ല ഉറക്കമായിരുന്നു. ഭഗവാൻ അങ്ങോട്ട് കണ്ണു തുറന്നപ്പോൾ ഈ ബഹളമൊക്കെ കേട്ട് കണ്ണു തുറന്ന് ഭഗവാൻ വന്നിട്ട് ഓടി വന്നപ്പോൾ അച്ഛനെ പാമ്പ് പിടിച്ചിരുന്നു. അപ്പോൾ എല്ലാവരോടും മാറാൻ പറഞ്ഞു. എന്നിട്ട് എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ ആ പാമ്പിനെ ഉപദ്രവിച്ചില്ല ഭഗവാൻ. തൻ്റെ കാലോണ്ടൊന്ന് തൊട്ടു. കാലോണ്ട് തൊട്ട മാത്രയിൽ അവന് രൂപം കിട്ടി. സുദർശനൻ എന്ന് പറയുന്ന ഒരു വിദ്യാധരനായിട്ട് മാറി. വളരെ തേജസ്വി, കാണാൻ അതിസുന്ദരൻ, പരമസുന്ദരനായിട്ടൊരു വിദ്യാധരൻ. അപ്പോൾ ഭഗവാൻ അവൻ്റെ അടുത്ത് ഒന്നും അറിയാത്തപ്പോൾ ചോദിച്ചു, എല്ലാവരും കേൾക്കുക, നീ ആരാ? നിൻ്റെ ഈ ശരീരം ഇത്രയ്ക്ക് ഭംഗിയുണ്ടല്ലോ, ഈ ഇത്രയും വൃത്തികെട്ട ഈ മലമ്പാമ്പിൻ്റെ രൂപം നിനക്ക് എങ്ങനെയാണ് ഉണ്ടായത് എന്ന് ഭഗവാൻ വെറുതെ കളിയായിട്ട് ചോദിച്ചു. എല്ലാം അറിയുമെങ്കിലും. അപ്പോൾ വിദ്യാധരൻ പറയും, ഞാൻ സുദർശനൻ എന്ന് പേരുള്ള വിദ്യാധരനാണ്. ഗുരുവായൂരപ്പ സ്വാമിയേ ശരണം. അപ്പോൾ സുദർശനൻ പറയും, ഞാൻ സുദർശനൻ എന്ന് പേരുള്ള പ്രസിദ്ധനായിട്ടുള്ള ഗന്ധർവനാണ്. എനിക്ക് വളരെ സൗന്ദര്യവും തേജസ്സും ഒക്കെ ഉണ്ടായിരുന്നു. ഒരിക്കൽ ഞാൻ ഒരു വിമാനത്തിൽ കയറിയിട്ട് സഞ്ചരിക്കുന്ന സമയത്ത് വളരെ കാണാൻ കൊള്ളാത്ത വിരൂപനായിട്ടുള്ളൊരു മുനിയെ കണ്ടു. ആ മുനിയെ കണ്ടപ്പോൾ ഞാൻ അയാളുടെ രൂപം കണ്ടിട്ട് കളിയാക്കിയിട്ട് ചിരിച്ചു എന്ന് പറയും. അപ്പോൾ അത് കാരണം ആ മുനി എന്നെ ശപിച്ചു. പെരുമ്പാമ്പിൻ്റെ വൃത്തികെട്ട ദേഹം നിനക്ക് കിട്ടട്ടെ എന്ന് പറഞ്ഞിട്ട് ശപിച്ചു. ഈ എം കൃഷ്ണൻ നായർ സാറുണ്ടായിരുന്നു, പ്രൊഫസർ, ഓർക്കുണ്ടാവും. സാഹിത്യഭാരഫലം എഴുതും പണ്ട്. നമ്മുടെയൊക്കെ ചെറുപ്പത്തിലൊക്കെ, എൻ്റെയൊക്കെ കുട്ടിക്കാലത്തൊക്കെ ഞാൻ അദ്ദേഹത്തിനെ കണ്ടിട്ടുമുണ്ട്. അച്ഛനെ പരിചയമുള്ളതുകൊണ്ട് തിരുവനന്തപുരത്ത് പോയാൽ അദ്ദേഹത്തിനെ ഇങ്ങനെ കാണാം. വൈകുന്നേരത്ത് അദ്ദേഹം ഇങ്ങനെ നടക്കാൻ പോകുമ്പോൾ അല്ലെങ്കിൽ ഒരു ബുക്ക് സ്റ്റാൾ ഉണ്ട് അവിടെ കാണാം. അദ്ദേഹത്തിൻ്റെ ഈ സാഹിത്യഭാരഫലത്തിൻ്റെ തുടക്കകാലത്ത് എഴുതിയിട്ടുണ്ട്. അദ്ദേഹം 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ വരാപ്പുഴയെ താമസിച്ചിരുന്നു. അപ്പോൾ അന്ന് ചങ്ങമ്പുഴ കൃഷ്ണപിള്ള മഹാരാജാസ് കോളേജിൽ പഠിക്കുന്ന കാലമാണ്. ഞാനിത് കന്ദരനുഭൂതി പറഞ്ഞപ്പോൾ ഈ കഥ പറഞ്ഞു. ഇതിവിടെ വളരെ രസമാണ് പറയേണ്ടത്, അതുകൊണ്ടാണ് ഞാനിത് പറയുന്നത്. ഇത് വെറും ഒരു പുരാണ കഥയല്ല ശരിക്കും. അദ്ദേഹം ചങ്ങമ്പുഴ ഒന്ന് കാണുക എന്ന് പറഞ്ഞാൽ വലിയ ഭാഗ്യമാണെന്ന് പറഞ്ഞിട്ട് പോയി. ചങ്ങമ്പുഴ ഒന്ന് പ്രീ ഡിഗ്രിക്ക് പഠിക്കുക, പ്രീ യൂണിവേഴ്സിറ്റിക്ക്. ആലോചിച്ച് നോക്കൂ, ഇന്നത്തെ 12th പഠിക്കുകയാണ് ചങ്ങമ്പുഴ. ചങ്ങമ്പുഴയുടെ പുസ്തകം മഹാരാജാസ് കോളേജിൽ അക്കാലത്ത് സിലബസിലുണ്ട്. കുറ്റിപ്പുഴ കൃഷ്ണപിള്ള പഠിപ്പിക്കുമ്പോൾ ചങ്ങമ്പുഴ ജനലിൻ്റെ പുറത്തേക്ക് നോക്കിയിരിക്കും അത്ര. എന്താ കൃഷ്ണപിള്ളയെ ശ്രദ്ധിക്കാത്ത? ഞാനിപ്പോൾ പാടിയ ചെറിയ ഭാഗം വായിക്കൂ എന്ന് പറഞ്ഞപ്പോൾ എഴുന്നേറ്റ് നിന്നിട്ട് കാണാതെ പറഞ്ഞു അത്രേ. അപ്പോൾ ഇതെങ്ങനെയാണ് ക്ലാസ്സിൻ്റെ പുറത്തേക്ക് നോക്കിയിരുന്നിട്ട് ഇത് കാണാതെ പറയണമെന്ന് ചോദിച്ചപ്പോൾ അത്ര, അത് ഞാനാണ് എഴുതിയത് മാഷേ പറഞ്ഞു. അതായത് അദ്ദേഹം എഴുതിയ കവിത അദ്ദേഹം തന്നെ പഠിക്കണ കാലമായിരുന്നു അത്. അപ്പോൾ അങ്ങനെ ഈ അന്നത്തെ കാലത്തൊക്കെ ഈ ക്ലാസ്സിൽ കയറിയിരിക്കാം, താല്പര്യമുള്ളവർക്ക് വേറൊരാളുടെ ലെക്ചർ കേൾക്കാൻ കയറിയിരിക്കാം. അപ്പോൾ കൃഷ്ണപിള്ളയുടെ ക്ലാസ്സിൽ കയറിയിട്ട് ഇദ്ദേഹം കയറിയിരുന്നു. ആര്? കൃഷ്ണൻ നായർ സാറ്. അന്ന് പുള്ളി കോളേജ് എത്തിയിട്ടില്ല, 10ാം ക്ലാസ് ആയിട്ടുള്ളൂ. അവിടെ ചെന്നിട്ട് ഇരുന്നു. അത് കഴിഞ്ഞിട്ട് ഇവർ രണ്ടുപേരും കൂടെ അന്നത്തെ സുഭാഷ് പാർക്കിൻ്റെ അവിടേക്ക് പോയി ഒരു ചായ കുടിക്കാമെന്ന് പറഞ്ഞിട്ട്. രാവിലെ ഒരു 11:30 മണിയാണ്. അപ്പോൾ ഒരു ഭിക്ഷക്കാരൻ വന്നു. കാഴ്ചയിൽ കണ്ട അതിവിരൂപനായിട്ടൊരു ഭിക്ഷക്കാരൻ.
കൃഷ്ണൻ നായർ അന്ന് 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന 15-16 വയസ്സ് പ്രായമുള്ള ആളാണ്. അദ്ദേഹത്തിന് ഈ രൂപനായിട്ടുള്ള ആളെ കണ്ടിട്ട് ചിരി പൊട്ടി, വായ പൊത്തി ചിരിക്കാൻ തുടങ്ങി. ഇയാളുടെ രൂപം കണ്ടിട്ട് അത്ര വൈരൂപ്യ. കൃഷ്ണപിള്ള ഒന്ന് നോക്കിയത്രേ, ഒന്നും മിണ്ടിയില്ല. ഇയാൾക്കുള്ള ധർമ്മം കൊടുത്തിട്ട് പറഞ്ഞതിന് ശേഷം പറഞ്ഞു, മനുഷ്യരുടെ വൈകല്യം നോക്കി ചിരിക്കരുത് നായരെ പറഞ്ഞു അത്രേ. അപ്പോൾ ഞാൻ ചിരിക്കും, എനിക്കിതൊക്കെ കണ്ടു കഴിഞ്ഞാൽ ചിരി സഹിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു അദ്ദേഹം. അപ്പം അദ്ദേഹം പറഞ്ഞു, വൈരൂപ്യം കണ്ട് ചിരിച്ചോ, മനുഷ്യൻ്റെ കണ്ട് ചിരിക്കേണ്ട, സാഹിത്യത്തിലും കലയിലുള്ള വൈരൂപ്യം കണ്ട് എത്ര വേണമെങ്കിലും ചിരിച്ചോ പറഞ്ഞത്. അങ്ങനെയാണ് അത്ര അദ്ദേഹം നിരൂപകനായത് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതേപോലെ മലയാളത്തിലൊരു വലിയ നടൻ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ വേറൊരു വലിയ നടൻ ആ സെറ്റിലുള്ള ഒരാളുടെ വിക്കിനെ പരിഹസിച്ചപ്പോൾ ഇദ്ദേഹം ഭക്ഷണം എടുത്തിട്ട് എണീച്ചു പോയി മാറിയിരുന്നു പ്രതിഷേധമായിട്ട്. അത് ഞാൻ കണ്ടിട്ടുണ്ട്. എൻ്റെ മുന്നിൽ നിന്ന് ഉണ്ടായൊരു സംഭവം. വലിയൊരു നടൻ, വലിയാണെന്ന് പറഞ്ഞാൽ അത്രയും വലിയ നടൻ. അത് അദ്ദേഹത്തിൻ്റെ സംസ്കാരം. അതായത് ഒരാളെ കളിയാക്കരുത്, ഒരാളുടെ വൈരവ്. എന്നിട്ട് എനിക്കിപ്പോഴും പറഞ്ഞിട്ട് അദ്ദേഹം അപ്പുറത്ത് മാറിയെന്ന് കഴിക്കുമ്പോൾ ഈശ്വരൻ സൃഷ്ടിച്ചതാണ്, നമ്മളാരാണ് കളിയാക്കാൻ എന്ന് പറഞ്ഞിട്ട് ദേഷ്യം കൊള്ളണത് ഞാൻ കണ്ടിട്ടുണ്ട്. അതായത് ആ ചിന്ത ആധ്യാത്മികതയൊന്നുമില്ലെങ്കിലും കുട്ടിക്കാലം തൊട്ടിട്ടേ കൊച്ചുകുട്ടികളെ പഠിപ്പിക്കണം. വേറൊരാളുടെ രൂപം, നാമം, ചിലവരുടെ പേരിന് പ്രശ്നമുണ്ടാവും. ആ പേര് കേട്ടാൽ ചിരി വരും. ചിലവരുടെ സംസ്കാരങ്ങൾക്കനുസരിച്ചിട്ടായിരിക്കും അവരുടെ പേര്. അപ്പം നാമത്തിനെയും രൂപത്തിനെയും കളിയാക്കുന്ന ആൾക്ക് നീചയോനികളിൽ വൈരൂപ്യത്തോടെ ജനിക്കേണ്ടി വരും എന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഈ കഥ പറഞ്ഞിരിക്കണം. അതായത് ആദ്യം വരുന്നൊരു പ്രശ്നം അതാണ്. ബ്രഹ്മസംബന്ധിയായിട്ട് ഇരിക്കുമ്പോഴും നമുക്ക് പൂർവ്വജന്മ വാസന കൊണ്ടോ നമ്മൾ വളർന്ന സാഹചര്യങ്ങൾ കൊണ്ടോ മറ്റുള്ളവരുടെ രൂപത്തിലോ നാമത്തിലോ പരിഹാസം തോന്നിയാൽ അവൻ വിദ്യ ധരിച്ചിട്ടുള്ള വിദ്യാധരനാണെങ്കിൽ പോലും അവൻ തീർച്ചയായിട്ടും പെരുമ്പാവനെ പോലുള്ള ഒരു നീച ജന്മത്തിലേക്ക് പോയി വീഴും എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ഇത് പറഞ്ഞിരിക്കുന്നു. പക്ഷെ അങ്ങനെയാണെങ്കിലും യഥാകാലത്ത് ഒരിക്കൽ വിദ്യ ഉപാസിച്ചിരുന്നത് കൊണ്ട് ഭഗവാന്റെ സ്പർശം കൊണ്ട് അവന് മോക്ഷം ഉണ്ടാകുകയും ചെയ്യും. പക്ഷെ എന്തിനാ വെറുതെ അങ്ങനെ ജനിക്കാൻ നിൽക്കുന്നത്? അതുകൊണ്ട് നാമരൂപങ്ങളുടെ പേരിലുള്ള ഭേദഭാവം ഇല്ലാതിരിക്കാൻ നോക്കാനത്രേ പകൽ നേരത്ത് നമ്മൾ ബ്രഹ്മസംബന്ധമായിട്ടിരിക്കുമ്പോൾ ആദ്യം ചെയ്യേണ്ടത്. പരിഹാസബുദ്ധി ഉപേക്ഷിക്കാനുള്ള ഒരു കാര്യം പറയണം. ഇനി നാമത്തിൻ്റെയും ഐശ്വര്യം അഥവാ ധനത്തിൻ്റെയും കഥ പറയാം, മായയുടെ കഥ പറയാൻ വേണ്ടിയിട്ട്. പിന്നെ നാമം കുടിക്കുക, രൂപം കുടിക്കുക, അതിൽ നിന്ന് രക്ഷപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ നമ്മളെ കൊടുക്കാൻ പകൽ നേരത്ത് നമ്മുടെ വ്യവഹാരത്തിലുള്ള സാധ്യത ധനാണ്. സമ്പത്ത് സമ്പാദിക്കുന്നതായിട്ട് ബന്ധപ്പെട്ട ജീവസന്ധാനത്തിന് വേണ്ടി സമ്പത്ത് സമ്പാദിച്ചേ പറ്റൂ. പക്ഷേ അതിൽ കുടുങ്ങരുത് എന്ന് പറയാൻ വേണ്ടിയിട്ട് ശംഖചൂഡ വധം പറയണം. അതുകൊണ്ടാണ് ശംഖചൂഡൻ ആ കഥ എങ്ങനെയാണെന്ന് വെച്ചാൽ, ഒരിക്കൽ വൃന്ദാവനത്തിൽ ബലരാമനും കൃഷ്ണനും വനത്തിൽ വിഹരിക്കുന്ന സമയത്ത് ഗോപസ്ത്രീകളൊക്കെ ഉണ്ട്. രാമകൃഷ്ണന്മാരുടെ ഗുണഗാനങ്ങളൊക്കെ അവരിങ്ങനെ മധുരമായിട്ട് ഇങ്ങനെ പാടുന്നു. അപ്പോൾ ഭഗവാന്മാരും അത് പാടാൻ തുടങ്ങി. ഇങ്ങനെ സഹോദരന്മാരുടെ പാട്ട് കേട്ടപ്പോൾ ഇവർ പാട്ട് നിർത്തിയിട്ട് അവരുടെ പാട്ടിൽ മോഹിച്ചു. അങ്ങനെ നടക്കുന്ന സമയത്ത് ആ ദേവഗാനത്തിൽ ബ്രഹ്മഗാനത്തിൽ മുഴുകിയതുകൊണ്ട് അവരുടെ മുടിക്കെട്ടഴിഞ്ഞു, വസ്ത്രങ്ങൾ പോയത് അറിഞ്ഞില്ല എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. അതൊക്കെ താന്ത്രികാർത്ഥത്തിൽ വേണം എടുക്കാൻ. അത് ഭഗവാന്റെ ഗാനം കേൾക്കുമ്പോൾ ശരീരബോധം നമുക്ക് പൂർണ്ണമായും നഷ്ടപ്പെടും എന്ന് ഗോപസ്ത്രീ വസ്ത്രാഭരണത്തിൽ പറഞ്ഞ അതേ തത്വം ഇവിടെ ഇരിക്കുക. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് കുബേരൻ്റെ ശംഖചൂഡൻ എന്ന് പേരായിട്ടുള്ളൊരു സേവകൻ വരുന്നു. ധനത്തിൻ്റെ തൃഷ്ണ. ശംഖചൂഡൻ അവിടെ ധനതൃഷ്ണയാണ്. ആ ധനതൃഷ്ണ അവിടെ വരുന്നതാണ്. ചില ആൾക്കാർ ആധ്യാത്മിക മാർഗത്തിൽ പോയി കഴിഞ്ഞാൽ പിന്നെ കുറച്ച് കഴിയുമ്പോൾ ദക്ഷിണ കിട്ടണതിലെ സുഖം പിടിക്കണോണ്ട് അതിലേക്ക് പോവും. ദക്ഷിണ കിട്ടണതിലെ സുഖം പിടിക്കണോണ്ട് അതിലേക്ക് പോവും. അപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആധ്യാത്മിക ചര്യ ജീവിക്കുന്ന വ്യക്തികൾ ഭൗതിക ജീവിതം ജീവിക്കുന്നവരെക്കാട്ടിലും കൂടുതൽ ദക്ഷിണയും അന്നദാനവും ഒക്കെ അങ്ങോട്ട് ചെയ്യേണ്ടതാണ്. കാരണം നമ്മൾ ഓരോ സ്ഥലത്ത് ചെല്ലുമ്പോഴും നമ്മൾ ശ്രോതാക്കളുടെയും നമ്മളെ നമസ്കരിക്കുന്നവരെയും കർമ്മത്തിനെ സ്വീകരിക്കുന്നുണ്ട്. ധനം വഴിയും നമസ്കാരങ്ങൾ വഴിയും. അത് കത്തിച്ച് കളഞ്ഞില്ലെങ്കിൽ ആ ജീവിതവും തലമുറകളും തകർന്നു പോകും. അതുകൊണ്ടാണ് ഈ വലിയ മാന്ത്രികന്മാരും താന്ത്രികന്മാരുടെയൊക്കെ വീടുകളിൽ അസുഖം പിടിച്ച കുട്ടികളുണ്ടാവുന്നതും അംഗവൈകല്യമുള്ളവരൊക്കെ കാരണം അവർ വേണ്ട വിധം ദാനധർമാദികൾ ചെയ്യാത്തതുകൊണ്ടാണ്. വാങ്ങൽ മാത്രം ശീലവും, കൊടുക്കലുണ്ടാവില്ല. നമ്മൾ വാങ്ങാൻ അവകാശമുള്ളവരാണെന്നുള്ള ചിന്ത വന്നാൽ അവിടെ കഴിയും. അത് മുഴുവൻ ഭഗവാന് സമർപ്പിക്കുക, സമൂഹത്തിന് സമർപ്പിക്കുക, പ്രപഞ്ചത്തിന് സമർപ്പിക്കുക. അതും താൻ കൊടുത്തു എന്ന് ചിന്തിക്കാതിരിക്കുക എന്നുള്ളതാണ് ഇതിലെ അടിസ്ഥാന തത്വം. അപ്പോൾ ശംഖചൂഡൻ വന്നു. രണ്ട് സഹോദരന്മാർ നോക്കി നിൽക്കെ, ഭഗവാൻ സാക്ഷിയായിട്ട് നിൽക്കെ നമ്മളെ ധനതൃഷ്ണ അപഹരിച്ചുകൊണ്ട് പോകും. ശംഖചൂഡൻ പിടിച്ചിട്ട് ഉത്തര ദിക്കിലേക്ക് കുബേരൻ്റെ നാട്ടിലേക്ക് കൊണ്ടുപോയി. അങ്ങനെയാണ് പറഞ്ഞത്. അവർ ഭാഗ്യത്തിന് അവർക്ക് ബ്രഹ്മബോധം ഉള്ളതുകൊണ്ട് ഭഗവാനെ വിളിച്ച് കരഞ്ഞു. നമ്മളാണെങ്കിൽ കരയില്ല. ആ താങ്ക് യു പറഞ്ഞിട്ട് പോവും.
അല്ലേ? പൈസ കിട്ടണമെന്ന് കണ്ടു കഴിഞ്ഞാൽ ആ വഴിക്ക് അങ്ങോട്ട് പോവും. അപ്പോൾ ബലരാമൻ ജ്ഞാനം അവിടുന്ന് പോവില്ല, ബലരാമൻ അത് നോക്കി നിൽക്കുകയുള്ളൂ. പക്ഷെ യോഗം, ഉപാസനയുടെ രൂപമുള്ള കൃഷ്ണൻ പുറകെ ഓടിച്ചെന്ന് ശംഖചൂടനെ കൊന്ന് അവൻ്റെ തലയിലുള്ള രത്നം പറിച്ചെടുത്തിട്ട് ആ ധനത്തിനെ, അങ്ങനെ ഉണ്ടാക്കിയ ധനത്തിനെ ജ്ഞാനത്തിനായിട്ട് സമർപ്പിക്കും. ഏട്ടന് കൊണ്ടുവന്ന് കൊടുക്കും, ഏട്ടാ അതാ വെച്ചോളൂ, അവൻ്റെ തലേന്ന് ഞാൻ പറിച്ച രത്നമാണ് പറഞ്ഞ് പെൺകുട്ടികളെയും രക്ഷിച്ചുകൊണ്ട് വരും. ഇങ്ങനെ ശംഖചൂട വധം പറയണു. അപ്പോൾ കുബേരൻ്റെ സേവകൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ധനത്തിലുള്ള ഇച്ഛ, ധനത്തിൻ്റെ ഇച്ഛ വർദ്ധിക്കുമ്പോൾ അനീതി കൊണ്ടും ധനം സമ്പാദിക്കാൻ തോന്നും. അത് വരണ സമയത്ത് നമുക്ക് ബോധമുണ്ടെങ്കിൽ, നമ്മൾ വീഴാൻ പോകണമെന്ന് നമുക്ക് ബോധം ഉണ്ടെങ്കിൽ, നമുക്ക് പൂർവ്വജന്മ വാസന കൊണ്ടോ ഈ ജന്മത്തിൽ ഉപാസന കൊണ്ടോ ഭഗവാനെ രക്ഷിക്കണേ. അതായത് ചിലവർക്ക് അതിസമൃദ്ധി വന്നുകൊണ്ടിരിക്കും, വിചാരിക്കാതെ ധനം വരും. ആ സമയത്ത് നമ്മൾ തമിഴിൽ പറഞ്ഞ മാതിരി ആടിപ്പോകக்கூடாது, ആടാൻ പാടില്ല. അങ്ങനെ അവർ അങ്ങോട്ട് പരിഭ്രമിച്ച് എന്താ പറയുക, എന്താ ചെയ്യേണ്ടത് കാശുകൊണ്ടെന്ന് അറിയാത്ത അവസ്ഥയിലേക്ക് വരരുത്. അത് ഭഗവാന് സമർപ്പിക്കണം നമ്മുടെ ഉപാസന കൊണ്ടെന്ന് കാണിക്കാൻ ബലരാമൻ പോവാതെ കൃഷ്ണൻ പോയി തിരിച്ചു വരും. കൃഷ്ണൻ പോയിട്ട് തിരിച്ചു വരണം. ബലരാമൻ കൊല്ലുന്ന അസുരന്മാരെ ശ്രദ്ധിച്ചാൽ കാണാം, ജ്ഞാനം കൊണ്ട് കൊല്ലേണ്ട സ്ഥലത്താണ് കൊല്ലേണ്ട ദുർഗുണങ്ങളെ കൊല്ലുന്നത്. ഉദാഹരണത്തിന് ധേനുകൻ മൂഢത്വമാണ്, അതിനെ ജ്ഞാനം കൊണ്ടേ കൊല്ലാൻ പറ്റുള്ളൂ. കഴുത അല്ലേ? അങ്ങനെ എല്ലാം ശ്രദ്ധിച്ചാൽ കാണാം. നമ്മൾ ഈ പോയിട്ട് ഇതൊക്കെ കഴിഞ്ഞ് പോയിട്ട് നിങ്ങൾ സമയമുള്ളപ്പോൾ ഭാഗവതത്തിൻ്റെ ഏതെങ്കിലും ഈ ഗദ്യം എടുത്തിട്ട് ഇതിലെ ഭാഗങ്ങളൊക്കെ നമ്മൾ ഇത്രയും ദിവസം കേട്ട രീതിയിൽ നിന്ന് കേട്ട് നോക്കും, നല്ല രസമായിരിക്കും. ഇത് ഞാനീ പറഞ്ഞു തന്നതൊന്നും ഒന്നുമല്ലാതെ അപ്പോൾ മനസ്സിലാവും, നിങ്ങൾക്ക് ഉള്ളിൽ തോന്നും. അത് കഴിഞ്ഞാൽ ജീവൻ്റെ വൃത്തി ധനത്തിലേക്ക് തിരിഞ്ഞാൽ അപകടം, ജീവൻ്റെ വൃത്തി ഭഗവാനിലേക്ക് തിരിഞ്ഞാൽ, വൃത്തിച്ച ആക്ടിവിറ്റി അത് തിരിഞ്ഞാൽ ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് ഭക്തന് രക്ഷയുണ്ടാവും. അത് കഴിഞ്ഞാൽ 35-ാമത്തെ അധ്യായത്തിൽ യുഗളഗീതം വരണം. എന്തിനാ യുഗളഗീതം പാടിയിരിക്കണേ? രാത്രിയിലെ രാസലീലയിൽ ആനന്ദമായിരുന്നു ഉണ്ടായിരുന്നത്. യുഗളഗീതത്തിൽ പറയണത് എന്താ വെച്ചാൽ ഭക്തന്മാരായിട്ടുള്ളവർ പകൽ നേരം എങ്ങനെ ചെലവഴിക്കണം എന്നാണ്. തലേന്ന് രാത്രിത്തെ രാസക്രീഡ ആലോചിച്ചിട്ടാണ് പകൽ നേരത്ത് ജപിക്കുന്നത്. രാത്രി ധ്യാന, പകൽ നേരത്ത് നമ്മുടെ നിത്യജീവിതം, വീട് വൃത്തിയാക്കുമ്പോഴും പാത്രം കഴുകുമ്പോഴും ഭക്ഷണം വയ്ക്കുമ്പോഴും ജോലിക്ക് പോകുമ്പോഴും ഒക്കെ അതിലൊക്കെ ഭഗവാനെ കാണുക എന്ന് ഞാൻ പറഞ്ഞില്ലേ. അത് തന്നെയാണ് യുഗളഗീതം. യുഗളഗീതം നിരന്തര സ്മരണ, നിരന്തര സമർപ്പണമാണ്. എല്ലാറ്റിലും ഭഗവാനെ കണ്ടുകൊണ്ട് പകൽ നേരം ചെലവഴിക്കുന്ന ഗോപികമാരുടെ ഗാനമാണ് യുഗളഗീതം. ഭഗവാനെ അന്വേഷിച്ച സമയത്ത് ഗോപികാഗീതം, അത് കഴിഞ്ഞ് രാസക്രീഡ കിട്ടി, ബ്രഹ്മാനന്ദം കിട്ടി. അത് കഴിഞ്ഞിട്ട് അതിനെ നിലനിർത്താൻ പകൽ നേരത്തെ വിട്ടുപോരുത്. കാരണം അടുത്ത രാത്രിക്ക് ധ്യാനത്തിന് മനസ്സിൽ അതേ രസം കിട്ടണം. അതിനു വേണ്ടിയിട്ട് യുഗളഗീതം ചൊല്ലിയിട്ട് നമ്മളതിൻ്റെ ബ്രഹ്മസംബന്ധം, സഹജാവസ്ഥ നിലനിർത്തണം. അങ്ങനെ ഗൃഹകൃത്യങ്ങൾ ചെയ്യുമ്പോഴും ഭജന ചെയ്യുന്നത് ആണ് ഏറ്റവും. അപ്പോൾ അവർ തമ്മിൽ പറയുന്നുണ്ട്, ഭഗവാന്റെ ഓടക്കുഴലിൻ്റെ മധുരസ്വരമൊക്കെ കേട്ടിട്ട് ആകാശത്ത് വിമാനങ്ങളിൽ സഞ്ചരിക്കണ ദേവസ്ത്രീകൾ പോലും കാമബാണം ഏറ്റതുപോലെ സ്തബ്ധരായിട്ട് നിന്നുപോയില്ലേ, അവരുടെ ദേഹബോധം വസ്ത്രം അഴിഞ്ഞു പോകുന്നത് പോലും അവരറിയണില്ല എന്നൊക്കെ പറഞ്ഞിട്ട് താന്ത്രികമായിട്ട് പറയണം. തന്ത്രത്തിൻ്റെ സ്വഭാവം എന്താ വെച്ചാൽ സഭ്യതയുടെ അപ്പുറത്തേക്കുള്ള വർണ്ണന കൊടുക്കും മനഃപൂർവ്വം. അപ്പോൾ എന്താ, ദോഷം മനസ്സിലുള്ളവൻ അതിൽ വൃത്തികേടെ കാണുള്ളൂ, അവന് കിട്ടരുതത്, അതിന് വേണ്ടിയിട്ട് അത് വെക്കണം. നമ്മുടെ ക്ഷേത്രങ്ങളിലൊക്കെ രതിശില്പങ്ങൾ കാണാം. ഗുരുവായൂർ ക്ഷേത്രത്തിൻ്റെ ശ്രീകോവിലിൻ്റെ മുകളിലേക്ക് ആരെങ്കിലും നോക്കിയിട്ടുണ്ടോ? ഇന്നത്തെ സദാചാരവാദികൾ ഓടിപ്പോവും, രക്ഷപ്പെട്ട് കളയും. അമ്മാതിരിയുള്ള ശില്പങ്ങളാണ് അവിടെ. ഭഗവാന്റെ ഈ ഉന്തും തള്ളും കൊണ്ട് ഉന്തും തള്ളും ഒക്കെ കഴിഞ്ഞിട്ട് തൊഴുതിട്ട് പോകുമ്പോൾ ആരും ശ്രദ്ധിക്കില്ല. ഗണപതിയോടേക്ക് പോകുന്ന സമയത്ത് തെക്ക് വശത്തേക്ക് മുകളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ കണ്ണ് ഇറുക്കി അടച്ചു പോകുന്ന വിധത്തിൽ അത്രയ്ക്കും ഭീകരമായിട്ടുള്ള ഭൂതഗണങ്ങളുടെ രതിശില്പങ്ങൾ കാണാൻ പറ്റും. എന്തിനാ അത് വെച്ചിരിക്കണമെന്ന് വെച്ചാൽ സമഗ്രമായിട്ട് ജീവിതത്തിൻ്റെ സമസ്ത അവസ്ഥയിലും ബ്രഹ്മത്തെ കാണാൻ വേണ്ടി പഠിപ്പിക്കാനാണ്. അല്ലാത്തവൻ അവിടുന്ന് ഓടി രക്ഷപ്പെട്ടോളും, അവൻ പോകണം, അവൻ അവിടെ നിൽക്കാൻ പാടില്ല. നമ്മൾ പറയും ചിലവർ മരിച്ചു പോടാ നല്ലത് എന്ന് പറയും. അത് ഒരു ക്രൂരതയുമല്ല, അവൻ ജീവിച്ചിട്ട് കാര്യമില്ല. ചിലർ പറയില്ലേ, എന്തോ മൊബൈൽ മേടിച്ചു കൊടുത്തില്ല, കുട്ടി ആത്മഹത്യ ചെയ്തു, അങ്ങനെയുള്ളവർ ജീവിച്ചിരിക്കുകയായിരിക്കും നല്ല ഭൂമിയിൽ. ഭാരമാണ് അങ്ങനെയുള്ളവർ. അങ്ങനെ മനഃശക്തിയിലാണ്ട് ജീവിച്ചിരിക്കണം, നാളെ ക്രിമിനലാവും, ഒരു സംശയമില്ല. അപ്പോൾ വളരെ രൂക്ഷമായിട്ടുള്ള ഭാഷയിൽ നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ളവർക്കുള്ളതല്ല. വർഷങ്ങൾക്ക് മുമ്പ് ഗുരുവായൂരൊക്കെ ചെല്ലുമ്പോൾ ഈ ഭീകരത കണ്ടിട്ട്, അതായത് അവിടുത്തെ ഓരോത് കണ്ടിട്ട് വിഷമിച്ചിട്ട്, അന്ന് എനിക്കിങ്ങനെ വളരെ എളുപ്പത്തിൽ കയറി തൊഴായിരുന്നു പോകാൻ പറ്റുന്ന കാലമൊന്നുമല്ല. അങ്ങനെ ഉള്ളൊരു കാലഘട്ടത്തിൽ വളരെ വിഷമിച്ചിട്ട് ഞാൻ ഗുരുവായൂരപ്പൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ട്, അങ്ങ് എങ്ങനെ ഇവിടെ ഇരിക്കണത്? അപ്പോൾ
വിചിത്രമായിട്ടുള്ള രീതിയിൽ എനിക്കൊരിക്കലും ഉത്തരം കിട്ടി. അത് നേരെ കിട്ടിയ ഉത്തരമാണ്, സ്ട്രെയിറ്റ് വന്ന ഉത്തരമാണ്. അല്ലാണ്ട് ആരെങ്കിലും പറഞ്ഞു തന്നിട്ടോ പുസ്തകത്തിൽ നിന്നൊന്നുമല്ല. എനിക്ക് എൻ്റെ അനുഭവത്തിൽ എനിക്കത് ഭഗവാൻ തന്നെ നേരിട്ട് തന്നൊരു ഉത്തരം. അതിൽ കൂടുതൽ എനിക്കിവിടെ പറയാൻ പറ്റില്ല. പക്ഷെ ആ ഉത്തരം പറഞ്ഞുതരാം. എന്നോട് പറഞ്ഞു, ഈ ചപ്പും ചവറും കല്ലും മുള്ളും പ്രലോഭനങ്ങളും സകലതും ഞാൻ ഇട്ടിട്ട് ഇതിൻ്റെ നടുക്ക് കുപ്പക്കുഴിയിലെ രത്നം പോലെ കിടക്കുകയാണ്. ഇതിനെയൊക്കെ അതിജീവിച്ച് വരണവനുണ്ടാവും. പലരും ഗുരുവായൂരെന്ന് കേൾക്കുമ്പോഴേക്കും ചാടിപ്പുറപ്പെട്ട് വരും. പക്ഷെ ഇവിടെ വന്ന് ഒന്നാമത്തെ ദിവസം ഇങ്ങനെ നിൽക്കും, ക്യൂവിൽ നിൽക്കും, കഷ്ടപ്പെടും. രണ്ടാമത്തെ ദിവസം ഒരു പരിചയക്കാരനെ ഉണ്ടാക്കും. മൂന്നാമത്തെ ദിവസം അവൻ്റെ സഹായത്തോടെ തൊഴും. നാലാമത്തെ ദിവസം അവൻ്റെ തോളത്ത് കയറ്റി നടക്കും. അത് കഴിഞ്ഞിട്ട് ഇവൻ ക്യൂ നിയന്ത്രിക്കാൻ നിൽക്കും. പിന്നെ പ്രസാദം കച്ചവടം തുടങ്ങും. പിന്നെ ഇവനിവിടെ തമ്പടിക്കും, ആചാര്യനോ. അവനുള്ളതല്ല ഞാൻ. ഈ ബഹളങ്ങളെയൊക്കെ അതിജീവിച്ചിട്ട് ഇവിടെ കിട്ടുന്ന സകല ദുരിതങ്ങളും കൊണ്ടും എൻ്റെ കർമ്മം അത്രയെങ്കിലും നശിച്ചല്ലോ. ഒരാൾ പിടിച്ച് തള്ളിയ, ഒരാൾ ചീത്ത പറഞ്ഞ, ഒരാൾ ആഗ്രഹിച്ച പ്രസാദം തരാണ്ടിരുന്ന എൻ്റെ കർമ്മം അവനെടുത്തുകൊണ്ട് പോയി എന്ന് ആഗ്രഹിച്ച് ഭഗവാനെ നന്ദി പറഞ്ഞിട്ട് അവസാനം എൻ്റെ അടുത്തേക്ക് സോപാനത്തിൻ്റെ അവിടെ എത്തണം ഒരുത്തനുണ്ട്. അവന് വേണ്ടിയിട്ടാണ് ഞാൻ ഇവിടെ ഇരിക്കണവർ. അതുകൊണ്ടാണ് ഞാൻ പറയാറ്, മാറൂ എന്ന് കാവക്കാർ നമ്മളോട് പറയുമ്പോൾ നിങ്ങൾ ഇനിയെങ്കിലും മാറുക എന്ന് ഭഗവാൻ പറഞ്ഞായിട്ട് ആലോചിച്ചാൽ മതി. മാറൂ എന്നല്ലേ പറയും അവർ. തൊഴുതു മാറാൻ പറയും. ഇനിയെങ്കിലും ട്രാൻസ്ഫോർമേഷൻ ഉണ്ടാക്കാൻ പറയണതായിട്ട് എടുത്താൽ മതി. അവർ പിടിച്ച് തള്ളുമ്പോൾ ആ തള്ളൽ നമ്മൾ പണ്ട് ആരെയൊക്കെയോ അവർക്കുള്ള അവകാശങ്ങളും അവസരങ്ങളും നിഷേധിച്ച് തള്ളിക്കളഞ്ഞതിൻ്റെ കർമ്മം തീരുകയാണെന്ന് വിചാരിച്ചാൽ മതി. അവരെ തൊഴുക, ഗുരുവായൂരപ്പനായിട്ട് കണ്ടിട്ട് ശിക്ഷിക്കണം, ഗുരുവായൂരപ്പനായിട്ട് കണ്ട് തൊഴുക. ഇപ്പോൾ കാവക്കാർ ചിലർ എന്നോട് പറയും, ശരത്തേട്ടാ വല്ലാത്ത പണിയാട്ടോ നിങ്ങൾ ചെയ്തത്. ഞങ്ങൾ പിടിച്ച് തള്ളിക്കഴിഞ്ഞാൽ ഓരോരുത്തർ തിരിഞ്ഞ് നിന്ന് തൊഴുകയാണ്, ഞങ്ങൾക്കപ്പോൾ ആകെ വിഷമാവും എന്ന് പറയും. ഞാനിത് ഇങ്ങനെ പറയേ പല സ്ഥലത്ത് അമ്പലത്തിൻ്റെ ഉള്ളിൽ പറയും. ഞാൻ ആധ്യാത്മിക ഹാളിൽ ഉറക്കെ പറയും. അപ്പോൾ മൈക്കിൽ കൂടെ കേൾക്കുകയും അമ്പലം മുഴുവൻ കേൾക്കും. ഇതൊക്കെ വിളിച്ചു പറയും. ഇനിയിപ്പോൾ 28-ാം തീയതി വിളിച്ചു പറയാൻ പോകുന്നുണ്ട് ചില കാര്യങ്ങൾ. ഗുരുവായൂരപ്പനൊക്കെ പറയേണ്ട കാര്യങ്ങളുണ്ടല്ലോ. അവിടെ എന്താ പറയുക, നിങ്ങൾ ഈ ചെയ്യുന്നത് ശരിയല്ല എന്നൊക്കെ പറയിക്കാൻ മൈക്കിൽ കൂടെ ഭഗവാന്റെ അടുത്ത്. അല്ല, അങ്ങനല്ലേ പറയാൻ പറ്റുള്ളൂ. 10 പേര് കേൾക്കപ്പെടാനെങ്കിൽ ഭഗവാൻ ഒരു ആക്ഷൻ എടുക്കട്ടെ പറഞ്ഞിട്ട്. അങ്ങനെ നമ്മൾ ഭഗവാന്റെ അടുത്ത് സംവദിക്കുക, മനസ്സിലാക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ശിക്ഷയും ദുരിതവും സകലതും ഭഗവന്മയമായിട്ട് മാറാൻ സാധിക്കും. അതിനു വേണ്ടിയിട്ടാണ് യുഗളഗീതത്തിൻ്റെ ഈ ഇത് പറയുന്നത്. അപ്പോൾ കാമദേവനെ പറ്റി പറയുന്നിടത്ത് നമ്മൾ മനസ്സിലാവണം, ഭഗവാൻ മന്മഥൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആത്മാവിൻ്റെ ആനന്ദത്തിനെയാണ് അവിടെ സൂചിപ്പിക്കണമെന്ന് നമ്മൾ മനസ്സിലാക്കണം. ആ ഭാഗമൊന്നും ഞാൻ കൂടുതൽ വിസ്തരിക്കുന്നില്ല. യുഗളം എന്നുള്ള വാക്കിൻ്റെ അർത്ഥം മാത്രം പറയാം. യുഗളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശബ്ദം മാത്രം പോരാ, അതിൻ്റെ അർത്ഥം കൂടെ വിചാരിക്കണം. ഒരു സ്തോത്രം കയ്യിൽ കിട്ടിയാൽ വെറുതെ വായിച്ചു പോകാതെ അതിൻ്റെ അർത്ഥം കൂടെ ഒന്ന് വിചാരിക്കാൻ ശ്രമിച്ചാൽ നന്നാവും. അതാണ് യുഗളം എന്ന് പറയുന്നത്. രഘുവംശം തുടങ്ങുമ്പോൾ കാളിദാസൻ എഴുതിയിരിക്കുന്നു, വാഗർത്ഥാവിവ സമ്പൃക്തോ വാഗർത്ഥ പ്രതിപത്തേ ജതപിതരോ വന്ദേ പാർവതീ പരമേശ്വരൻ. വാക്കും അർത്ഥവും എങ്ങനെ ചേർന്നിരിക്കണോ അതുപോലെ അച്ഛനും അമ്മയും ചേർന്നിരിക്കണമെന്ന്. അങ്ങനെയുള്ള പാർവതീ പരമേശ്വരന്മാരെ ഞാൻ നമസ്കരിക്കണമെന്നാണ് പറയണത്. അപ്പോൾ വാക്ക് മാത്രം നിന്നിട്ട് കാര്യമില്ല, അതിൻ്റെ അർത്ഥം കൂടെ വരുമ്പോഴേ അതിന് പൂർണ്ണത്വം വരുള്ളൂ. അർദ്ധനാരീശ്വരനാണല്ലോ ബ്രഹ്മത്തിനെ പ്രതിനിധീകരിക്കുന്നത്. അപ്പോൾ യുഗളം എന്ന് പറഞ്ഞ വാക്കിൻ്റെ അർത്ഥം ശബ്ദത്തോടൊപ്പം അതിൻ്റെ അർത്ഥവിചാരം കൂടെ ചെയ്യുക എന്നുള്ളതാണ്. അങ്ങനെ വരുമ്പോൾ എന്താ ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ശബ്ദത്തിൽ കൂടുതൽ ശ്രദ്ധിക്കുന്നവരാണ് പ്രണയിക്കുന്നവർ. പറയണ വാക്കിൻ്റെ അർത്ഥം നോക്കില്ല. അതുകൊണ്ടാണ് നമ്മൾ സ്നേഹം കൂടിയ, ചീത്ത വാക്ക് വിളിക്കുക, അടിക്കുക, ഈ നെഗറ്റീവായിട്ട് ചെയ്യണ കാര്യങ്ങളൊക്കെ സ്നേഹം കൊണ്ടാവും അല്ലേ. അതേപോലെ തന്നെ പറയണ വാക്കിൻ്റെ അന്തരാർത്ഥം ചിന്തിക്കാണ്ട വാക്കുകൾ അലക്ഷ്യമായിട്ട് പറയും. അപ്പോൾ പ്രേമഭക്തിയിൽ വരുന്നൊരു വിഷയം എന്താണെന്ന് വെച്ചാൽ അർത്ഥമറിയാത്ത ഉപാസന ഉണ്ടാവും. അതിൻ്റെ ഗുണമുണ്ട്, ലയനം പെട്ടെന്ന് കിട്ടും, പക്ഷെ ജ്ഞാനം കിട്ടില്ല. നമ്മുടെ വിചാരം ഭഗവാൻ അത് വേഗം അപ്രൂവ് ചെയ്യുന്ന, അങ്ങനെയല്ല. ഭഗവാന് നിർബന്ധമാണ് നമുക്ക് ജ്ഞാനം വേണമെന്ന്. ഗോപികളുടെ പ്രണയഭക്തി പരിപൂർണ്ണമായിരുന്നു, പക്ഷെ അവർക്ക് ജ്ഞാനം പൂർണ്ണമായിരുന്നില്ല. അതുകൊണ്ടാണ് അക്രൂരം വന്ന് കൂട്ടിക്കൊണ്ടായപ്പോൾ അവർക്ക് സങ്കടമായത്. കാരണം അവർക്ക് കണ്ണിൻ്റെ മുന്നിൽ കാണാൻ ആൾ വേണം. ജ്ഞാനം വന്നിരുന്നെങ്കിൽ ഭഗവാനെ എല്ലായിടത്തും അവർക്ക് സമദർശിത്വം ഉണ്ടാവുമായിരുന്നു, സാധിക്കുമായിരുന്നു. അവർക്ക് അക്രൂരനോട് ദേഷ്യം തോന്നില്ലായിരുന്നു. അത് പൂർണ്ണമായില്ല എന്ന് ഭഗവാൻ തേര് കയറിയപ്പോഴാണ് മനസ്സിലായത്. പുറകെ ഓടി വരുന്നു എല്ലാവരും കൂടെ. അതുകൊണ്ടാണ് ഉദ്ധവനെ, അറിവിൻ്റെ മൂർത്തിയെ പിന്നീട് പറഞ്ഞയച്ച് അവർക്ക് ജ്ഞാനത്തിനെ കൊടുത്ത്. അതിന് ശേഷമാണ് ഗോപികൾക്ക് സമാധാനം ഉണ്ടാവുന്നത്. ഇത് നമ്മൾ മനസ്സിലാക്കണം. ജ്ഞാനം തന്നിരിക്കും ഭഗവാൻ എന്ന് വെച്ച് പ്രേമഭക്തി മോശമാണെന്നോ ജ്ഞാനഭക്തിയോ അതിനെക്കാട്ടിലും മുകളിലാണെന്നോ അല്ല അർത്ഥം. പക്ഷെ പ്രണയഭക്തിയിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭഗവാനെ ചീത്ത വിളിക്കും. എനിക്കറിയണ ഒരു ആരാധകനുണ്ട്. അദ്ദേഹം ഗുരുവായൂർ ക്ഷേത്രത്തിൽ കീഴ്ശാന്തിയായിട്ടുള്ള ഒരു വ്യക്തിയാണ്.
അദ്ദേഹത്തിൻ്റെ ഒരു അനുഭവം അദ്ദേഹം പറഞ്ഞു. അദ്ദേഹം ഭഗവാനെ ചീത്തേ പറയുള്ളൂ. ശാന്തിയേറ്റിരിക്കുന്ന സമയത്ത് തടമ്പെടുത്തിന് മേലെ ആനപ്പുറത്ത് ഇരിക്കുമ്പോൾ അദ്ദേഹം പറയും അത്ര ഇതാ കളിച്ചിട്ട് ഞാൻ അടുത്ത് താഴേക്ക് റീട്ടോ എന്ന് പറയും. അങ്ങനെ പറയും. അത് അദ്ദേഹത്തിൻ്റെ മൈത്രി ഭാവമാണത്. എന്നാൽ അതേ ആൾ പിറ്റേ ദിവസം പോയിട്ട് ഗുരുനാഥ എന്ന് വിളിക്കാൻ പാടില്ല. നമ്മൾ ഒരു ഭാവത്തെ പിടിച്ച് അങ്ങനെ നിൽക്കാൻ പാടുള്ളൂ. ഭാവം മാറിയ മറ്റേതിൻ്റെ ദോഷം വരും. ഗുരുനാഥൻ്റെ അടുത്ത് താഴേക്ക് എറിയെന്ന് പറഞ്ഞാൽ എങ്ങനെ ഇരിക്കും? കഥ മാറിയില്ലേ? അപ്പം തത്വമസി എന്നുള്ള മഹാവാക്യമൊക്കെ ചുമ്മാ ബോർഡ് അടിച്ചു വെച്ചിട്ട് കാര്യമില്ല. അവിടെ അതിൻ്റെ അർത്ഥത്തെ ചിന്തിക്കണം. ഭഗവാനെ കാണുമ്പോൾ തത്വം അസി അത് നീ ആകണോ എന്ന് ഭഗവാൻ പറയണു. ചിന്മാനന്ദ സ്വാമി അതുകൊണ്ടാണ് ശബരിമലയിൽ ആ ബോർഡ് വെപ്പിച്ചത് 81. അതിനു മുമ്പ് ഈ തത്വമസി പൊരുളെ എന്നൊക്കെ വിളിക്കണ പരിപാടിയൊന്നും ഉണ്ടായിരുന്നില്ല ശബരിമലയിൽ. ചിന്മാനന്ദ സ്വാമി അതിന് കാരണം. സ്വാമിജി ഒരു ശിഷ്യനോട് പറഞ്ഞു, ആൾക്കാർ ഇത്രയും വ്രതം എടുത്തിട്ട് ഇവിടെ വരുന്നത് ഞാൻ നീയാണെന്ന് തിരിച്ചറിയാനാണെന്ന്. അത് അവിടെ ബോർഡ് അടിച്ചു വയ്ക്കാൻ പറഞ്ഞു. ആണ് മഹാവാക്യം അവിടെ വെച്ചതായി. അപ്പോൾ തത്വമസി അല്ലെങ്കിൽ അയമാത്മാ ബ്രഹ്മ ഇതൊക്കെ നമ്മൾ അർത്ഥവിചാരം ചെയ്തിട്ട് വേണം മനസ്സിലാക്കാൻ. അപ്പോൾ യുഗളഗീതം കൊണ്ട് സംഭവിക്കേണ്ട എന്താ വെച്ചാൽ ഭാവനയുടെ ശുദ്ധി. ഭാവന നന്നാവണമെങ്കിൽ അർത്ഥം വരണം. ഇല്ലെങ്കിൽ ഭാവന ഉണ്ടാവില്ല, വികല ഭാവനയായിരിക്കും. തെറ്റായ അർത്ഥം വെച്ചിട്ട് പ്രാർത്ഥിക്കുമ്പോൾ. ഇപ്പം ഇന്നലെ എനിക്ക് വലിയ ഉപാസകമായിട്ടൊരു അമ്മ, ഞാൻ വളരെ ആദരിക്കണം, ഞാൻ അമ്മയെന്ന് വിളിക്കണം, എൻ്റെ അമ്മ അല്ലാണ്ട് ഞാൻ അമ്മയെന്ന് വിളിക്കുന്ന ഒരു അമ്മയുണ്ട്. അവരെനിക്കൊരു മെസ്സേജ് അയച്ചിരിക്കുകയാണ്. മൃത്യുഞ്ജയ മന്ത്രത്തിൻ്റെ യഥാർത്ഥ രൂപം എന്ന് പറഞ്ഞിട്ട് ഫേസ്ബുക്കിൽ ഏതോ ഒരു മഹാൻ എഴുതി വിട്ടിരിക്കുകയാണ്. 2 മന്ത്രമുണ്ട് ശരിക്കും മൃത്യുഞ്ജയ. 2ാമത്തെ മന്ത്രത്തിൽ പതിം എന്ന് പറഞ്ഞിട്ട് വരുന്ന വാക്കുണ്ട്. അത് ശരിക്കും നല്ല ഭർത്താവിനെ കിട്ടാനായിട്ട് ഉപാസിക്കേണ്ടതാണ്. അതിൻ്റെ അർത്ഥം യഥാർത്ഥത്തിൽ ഇവിടെ പതി എന്ന് പറഞ്ഞാൽ എനിക്ക് ബ്രഹ്മസംബന്ധം ഉണ്ടാവണേ എന്നുള്ള അർത്ഥമാണ് എടുക്കേണ്ടത്. ഇതാണ് യഥാർത്ഥ മന്ത്രം എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് എഴുതി ഇറക്കിയിരിക്കുക. വിഡ്ഢികളായിട്ടുള്ള നമ്മൾ അറിയുന്നില്ല ഇതാണ് യഥാർത്ഥ മന്ത്രം. ഈ എഴുതിയവനാണ് പമ്പര വിഡ്ഢി. കാരണം എന്താ വെച്ചാൽ ഈ 2ാമത്തെ മന്ത്രം ഒരു പ്രമാണത്തിലും ഉപാസിക്കാൻ പറഞ്ഞിട്ടില്ല. കാര്യസാധ്യത്തിനായിട്ട് ഉപാസിക്കാം, ബ്രഹ്മബോധം ഉറക്കാൻ ഉപാസിക്കാം. പക്ഷെ അതും ഇതും ഒന്നാണ് എന്ന് പറയാൻ എവിടെയും പറഞ്ഞിട്ടില്ല. ഇങ്ങനത്തെ അബദ്ധങ്ങളാണ് ഈ ഫേസ്ബുക്കിലും യൂട്യൂബിലും ഒക്കെ ഇറക്കി വിട്ടുകൊണ്ടിരിക്കുന്നത്. അത്തരം അപകടങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ യുഗളഗീതം പോലുള്ള സ്തോത്രങ്ങൾ ഉപാസിക്കണം. യുഗളഗീതം നിത്യേന ചെല്ലുന്നത് ഈ അബദ്ധധാരണകൾ ഉപാസനയിൽ വന്നുകൂടാതിരിക്കാൻ വളരെ വിശേഷം. ഭാവനാശുദ്ധി നല്ലോണം ഉണ്ടാവും നമുക്ക്. മാത്രമല്ല അതിനുശേഷം ഭഗവാന്റെ എന്താ പറയുക, ആ വളരെ വിസ്തരിച്ചിട്ടാണ് യുഗളഗീതം ശരിക്കും നമുക്ക് പറയാൻ പറ്റുന്നത്. അതിനുശേഷം ഗോപികളുടെ ദിനചര്യ പറയുന്നുണ്ട്. ആ ദിനചര്യ കൊണ്ട് സന്ധ്യാസമയം എങ്ങനെ കഴിച്ചു കൂട്ടണം ഭക്തന്മാരെ എന്ന് കാണിച്ചു കൊടുക്കും. പശുക്കളൊക്കെ കൂട്ടി ഭഗവാനും ബലഭദ്രസ്വാമി ഗോപകുമാരന്മാരൊക്കെ വൈകിട്ട് ആ ഓടക്കോളും വിളിച്ചുകൊണ്ട് വ്രജത്തിലെത്തും. ആ സമയത്ത് ഭഗവാന്റെ വനമാലയിൽ പശുക്കളുടെ കുളമ്പിൽ നിന്ന് ഇങ്ങനെ ഉയർന്നിട്ടുള്ള പൊടിപടലങ്ങളൊക്കെ പറ്റിയിട്ടുണ്ടാവും. ഭഗവാന്റെ മുഖം ക്ഷീണിച്ചിട്ടുണ്ടാവും പകൽ നേരത്തെ ആ വെയിലത്തൊക്കെ നടന്നതിൻ്റെ അധ്വാനം കൊണ്ട്. എന്നാലും ആ കാന്തിക്ക് ഒരു കുഴപ്പവും ഉണ്ടാവില്ല. ആ ക്ഷീണത്തോടു കൂടിയുള്ള കാന്തി കാണാൻ വേണ്ടിയിട്ട് കണ്ണ് തുറന്ന് വെച്ചിരിക്കത്രേ ഗോപസ്ത്രീകൾ. അപ്പം ഭക്തന്മാരുടെ ഇച്ഛയെ പൂർണ്ണമാക്കാൻ വേണ്ടിയിട്ട് ഏതൊരു ബ്രഹ്മചൈതന്യമാണോ സദ്വിദ്യയുടെ ഗർഭത്തിൽ ജനിച്ചത്, സത്തായിട്ടുള്ള അറിവ്, സത്യത്തിൻ്റെ അറിവാണ് ദേവകി, ആ സദ്വിദ്യയുടെ ഗർഭത്തിൽ ജനിച്ചത് ആ വ്രജചന്ദ്രൻ. വ്രജചന്ദ്രൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉപാസകരുടെ മനസ്സാകണ ചന്ദ്രനെ ശോഭിപ്പിക്കുന്നവൻ അർത്ഥം. വ്രജഞ്ച ഉപാസകരുടെ കൂട്ടം. ഗോപന്മാരും ഗോപികളും ബ്രഹ്മാന്വേഷികളാണെന്ന് ഞാൻ പറഞ്ഞിട്ടില്ലേ. ആ ചന്ദ്രൻ ഇതാ വരണു എന്നാണ് സ്തോത്രം പറയണത്. സ്തോത്രം നമുക്ക് വ്യാഖ്യാനിക്കാൻ ഇപ്പോൾ സമയമില്ലാത്തതുകൊണ്ട്. അതുകൊണ്ട് ഞാൻ ഈ പ്രേമം സാവധാനത്തിൽ ചന്ദ്രനെ പോലെ വികസിച്ചു വരും. അപ്പോൾ സന്ധ്യാവന്തന സമയത്ത് അസ്തമനത്തിലേക്ക് പോകുന്ന സൂര്യനെയും ഉദിച്ചു വരണ ചന്ദ്രനെയും ഒരേപോലെ ഉപാസിക്കണം. ആ നേരത്ത് അവരെ രണ്ടുപേരെയും തൊഴണം. ജ്ഞാനികളായിട്ടുള്ള ഭക്തരാണെങ്കിൽ സൂര്യനെയാണ് ഉപമിക്കുക. പ്രണയഭക്തിയിൽ മുഴുകുന്നവരാണെങ്കിൽ ചന്ദ്രനെയാണ് ഉപമിക്കുക. അത് അവരുടെ മനസ്സിൻ്റെ രീതിയാണ്. കാരണം എന്താ, ജ്ഞാനികൾ ഗായത്രിയുടെ ഉപാസകരാണ്. അത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതുകൊണ്ടാണ് ഈ പ്രണയഭക്തി കൃഷ്ണനിലേക്ക് കൂടുതലും ജ്ഞാനഭക്തി രാമനിലേക്ക് കൂടുതലും വരാനുള്ള കാരണം. ഏത് രാമൻ? ശ്രീരാമസ്വാമിയാണ് ഞാൻ പറഞ്ഞത്. ബലരാമനും അങ്ങനെ തന്നെയാണ്, പക്ഷെ ശ്രീരാമസ്വാമി. അങ്ങനെ ഭഗവാനെ യുഗളഗീതം കൊണ്ട് കീർത്തിച്ച് ആ ദശമസ്കന്ധത്തിൻ്റെ നിരോധലീല എന്ന് പറയുന്ന അർത്ഥത്തിനെ വീണ്ടും വീണ്ടും പുഷ്ടിപ്പെടുത്തി കൊണ്ടുവരണം. അതിനുശേഷം ഉണ്ടാവുന്ന പ്രധാനപ്പെട്ട ഒരു സംഭവം അരിഷ്ടാസുരൻ്റെ വധമാണ്.
ഈ യുഗളഗീതമൊക്കെ പാടിക്കൊണ്ടിരുന്ന് ദിവസങ്ങൾ കഴിച്ച് ഡെയിലി ഇവർ യുഗളഗീതം പാടും, രാത്രി രാസത്തിൻ്റെ സുഖം അനുഭവിക്കും, വീണ്ടും പകൽ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന കാലത്ത് ഒരു ഭയങ്കര കാളയുടെ രൂപത്തിൽ മുക്കറയിട്ടിട്ട് ആ ഭൂമി മുഴുവൻ മലമൂത്ര വിസർജനമൊക്കെ ചെയ്ത് നശിപ്പിച്ചുകൊണ്ട് ഈ അരിഷ്ടാസുരൻ അവിടേക്ക് അങ്ങോട്ട് എല്ലാത്തരം കുറവുകളുമാണ് അരിഷ്ടത. മനുഷ്യനിലുള്ള കുറവുകൾ എങ്ങനെയാണ് കുറവുണ്ടാവുന്നത്? ബ്രഹ്മബോധത്തിൻ്റെ കുറവിനെയാണ് യഥാർത്ഥ അരിഷ്ടം. കുടിക്കണ അരിഷ്ടമല്ല, യഥാർത്ഥ അരിഷ്ടം. അപ്പോൾ ഉഗ്രനായിട്ടുള്ള അവൻ്റെ ആ ഭീഷണമായിട്ടുള്ള രൂപമൊക്കെ കണ്ടിട്ട് എല്ലാവരും പേടിച്ചരണ്ട് ഭഗവാന്റെ കാൽക്കൽ വന്ന് വീണിട്ട് ഭഗവാനെ രക്ഷിക്കണം എന്ന് പറയും. ആ പറയണത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ബ്രഹ്മബോധത്തിൽ നിന്ന് വിട്ടുപോകുമ്പോൾ നമ്മൾ ആദ്യം രസിച്ചു പോവും സാംസാരിക സുഖങ്ങളിൽ, പിന്നെ അതിൻ്റെ അടി കിട്ടാൻ തുടങ്ങുമ്പോൾ നമ്മൾ അറിയാതെ തിരിച്ച് ഓടി വീണ്ടും ഭഗവാന്റെ അടുത്തേക്ക് ചെല്ലും. അപ്പോൾ ഭഗവാൻ എന്താ ചെയ്യണത്? അവനെ പിടിച്ച് അങ്ങനെ കറക്കി ആദ്യം 18 അടി ദൂരം കിട്ടുമെന്ന് പറയും. അത് ഈ 18 തത്വങ്ങളുടെ അപ്പുറത്തേക്ക് അരിഷ്ടാസുരൻ കുവലയാപീഠത്തിന് ഇതേപോലെ 25 അടി ദൂരത്തേക്കാണ് വലിച്ചെറിയുക. എന്തിനാ ഇപ്പോൾ ശുഗമഹർഷി 18 അടി 25 അടി എന്നൊക്കെ അവിടെ പറയാൻ കാരണം? അവരൊക്കെ മഹാത്മാക്കളുള്ള ഒരു വാക്കുപോലും അവർ വെറുതെ പറയുക. നമ്മളാണ് പറയുക അതൊരു 10 കിലോമീറ്റർ അപ്പുറത്ത് പോയി വീണു എന്നൊക്കെ ചുമ്മാ അടിക്കും. അതിന് ലോ ഓഫ് എക്സാജറേഷൻ എന്ന് പറയും. ഞാൻ അങ്ങനെ ഒരു പ്രോജക്റ്റിൽ പണിയെടുത്തിട്ടുണ്ട് മണിപ്പാലിൽ പഠിക്കുന്ന കാലത്ത്. ഈ മാജിക്കിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ഈ ഗ്രേറ്റ് ഇന്ത്യൻ റോപ്പ് ട്രിക്ക് എന്ന് പറയും. ഇങ്ങനെ കറങ്ങിയിട്ട് കയറ് തന്നെ ഉയർന്ന് ആകാശത്തേക്ക് പോകുമ്പോൾ ഒരാൾ അതിൽ കയറി പോവുക. അതിൻ്റെ ക്ലാസിക്കൽ വെർഷൻ അതാണ്. അപ്പോൾ പീറ്റർ ലാമോണ്ട് എന്നും പറഞ്ഞിട്ട് ഒരു റിച്ചർഡ് വെയ്സ്മാൻ എന്നും പറഞ്ഞിട്ട് 2 പേര് വന്നിരുന്നു സയൻറ്റിസ്റ്റുകൾ നേച്ചർ മാസികയ്ക്ക് വേണ്ടിയിട്ട് റിസർച്ച് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് മണിപ്പാൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കമ്മ്യൂണിക്കേഷൻ്റെ ഫസ്റ്റ് ബാച്ചായിരുന്നു ഞാൻ. എന്നെയാണ് ഇവരുടെ അനുയായിയായിട്ട് അയച്ചു. കാരണം ഞാൻ ചെറിയ ജാലവിദ്യ പരിപാടിയൊക്കെ ഉണ്ടായിരുന്ന ആളാണ്. അപ്പോൾ അതുകൊണ്ട് എന്നെ അന്ന് ഉടുപ്പിയിൽ ഇൻ്റർനാഷണൽ മാജിക് കൺവെൻഷൻ നടക്കുക. അപ്പോൾ ഞാൻ ഇവരുടെ കൂടെ പോയി. ഇവർ ചെയ്തതെന്ന് വെച്ചാൽ ഒരു ടാക്സി സ്റ്റാൻഡിൻ്റെ അവിടെ ചെന്നിട്ട് ഈ ജാലവിദ്യ കാണിച്ചു. എൻ്റെ ജോലി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പം കൂടി നിൽക്കുന്ന കാണികളുടെ അടുത്ത് കയർ എത്ര ഉയരം ഉയർന്നു എന്ന് പറയും. അതിൻ്റെ മെഷർമെൻ്റ് എടുക്കുക, അത് നോട്ട് ചെയ്യുക. അപ്പോൾ ആദ്യത്തെ ദിവസം പീറ്റർ ലാമോണ്ട് മകുടിയെ കൂതി കയർ തന്നെ ഉയർന്നു. അപ്പോൾ സായിപ്പന്മാർ മാജിക് കാണിക്കാനിട്ട് നമ്മുടെ അവിടുത്തെ ടാക്സിക്കാരൊക്കെ കർണാടകക്കാരൊക്കെ ഞെട്ടി. അവരെന്നിട്ട് അപ്പോൾ എൻ്റെ പണിയിച്ച ഓരോരുത്തരുടെ ചെയ്തിട്ട് എത്ര ഉയരം വന്നു. അപ്പോൾ ഓരോരുത്തർ കാണിക്കും ഇത്ര ഉയരം. അപ്പോൾ ഞാൻ ടേപ്പ് വെച്ച് മെഷർ ചെയ്യും. എന്നിട്ട് എഴുതും 1 ഫീറ്റ് 1.5 ഫീറ്റ്. ഓരോരുത്തർ കാണുന്ന രീതി പെർസെപ്ഷൻ. നെക്സ്റ്റ് ഡേ പോയിട്ട് അളക്കും വീണ്ടും. ഇതേ ടാക്സിക്കാരുടെ പേരും നമ്പറൊക്കെ മേടിച്ചിട്ടാണ് പോകണം നമ്മൾ. അവിടെ ചെന്ന് അളക്കുക. അന്ന് മൊബൈൽ ഫോണുകളില്ല, ലാൻഡ് ലൈനാണ്. അപ്പോൾ തലേന്ന് രാത്രി വിളിച്ച് ഉറപ്പിക്കും. ടാക്സി സ്റ്റാൻഡിൽ രാവിലെ 10:30 ഞാൻ വരും, നിങ്ങളവിടെ ഉണ്ടാവും. അപ്പോൾ ഓട്ടോ ഇല്ലാത്തവർക്കേ കിട്ടുള്ളൂ നമുക്ക്. അപ്പോൾ തലേ ദിവസത്തെ സാമ്പിൾ സൈസിന് പിറ്റേ ദിവസം കിട്ടണമെന്നില്ല. ചെല്ലും, അവരോട് ചോദിക്കും. അപ്പോൾ അവർ പറയും ഇത്ര ആയിരുന്നു. 2-ാം ദിവസമായപ്പോൾ 3 മീറ്റർ വരെ പറഞ്ഞവരുണ്ട്. കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ 1 മാസത്തിന് ശേഷം മെഷറിപ്പിച്ചു. 1 മാസത്തിന് ശേഷം ഇത്രയൊക്കെ ഉയരം വന്നു എന്ന് പറഞ്ഞു. ഇങ്ങനെയാണ് കഥയിൽ മസാല കയറുന്നത്. നടന്ന കഥകളിൽ മസാല കയറുന്നത് മനുഷ്യൻ്റെ എക്സാജറേഷൻ. അത് തിയറിയാണ്. ഇന്ന് നിങ്ങൾക്ക് അടിച്ചു നോക്കിയാൽ കാണാം, റിച്ചർഡ് വെയ്സ്മാൻ്റെ പേരിലാണ് ആ തിയറി ഉള്ളത്. ലോ ഓഫ് എക്സാജറേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു തിയറി. അപ്പോൾ ഞാൻ ഒന്ന് പഠിക്കുന്ന കാലത്ത് അതിൽ പണിയെടുത്താണ്. അപ്പോൾ ഇവിടെ ഈ എന്താ പറയുക, ഭഗവാൻ 18 അടി ദൂരത്തേക്ക് അയച്ചു എന്ന് പറയുന്നത് എക്സാജറേറ്റ് ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടില്ല. അതിന് കൃത്യമായിട്ടുള്ള അർത്ഥങ്ങളുണ്ട്. 18 പടി 18 അടി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതിനൊക്കെ കൃത്യമായിട്ടുള്ള അർത്ഥങ്ങൾ കൊടുത്തിട്ട് എന്താണെങ്കിലും അവൻ തളർന്ന് വീണെങ്കിലും വീണ്ടും എണീച്ചിട്ടവൻ വന്നു. വീണ്ടും എണീച്ച് വന്നപ്പോൾ ഭഗവാൻ അവനെ അവൻ്റെ കൊമ്പിൽ പിടിച്ചിട്ട് 2 അടി അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുത്ത് തവിട് പൊടി വയ്ക്കുക. അവൻ്റെ തലയും ശരീരവും എല്ലൊക്കെ നുറുങ്ങി അവൻ മരിച്ചു. ഭക്തിയുടെ മാർഗത്തിൽ അനവധി വിഘ്നങ്ങൾ ഉണ്ടാകുമ്പോൾ പൂർവ്വജന്മങ്ങളിലുള്ള കർമ്മസഞ്ചയ ഫലമായിട്ട് നമ്മൾ പണ്ട് സമ്പാദിച്ച് വെച്ചിട്ടുള്ള ദുഷ്കർമ്മങ്ങളുടെ ഫലമായിട്ട് ചിലതങ്ങോട്ട് ഉണരും. നമ്മൾ അത്രയും വർഷത്തെ ജീവിതത്തിൽ നമ്മൾ ഈ പ്രശ്നങ്ങൾ അനുഭവിച്ചിട്ടുണ്ടാവില്ല. പെട്ടെന്ന് പൊട്ടിപ്പുറത്ത് വരും. ആ പൊട്ടിപ്പുറത്ത് വരുന്നത് നമ്മളെ ആക്രമിക്കും, അരിഷ്ടനെ പോലെ. അത് നമ്മുടെ അരിഷ്ടതകളാണ്. കൊച്ചു കുട്ടിയാകുമ്പോൾ 7 വയസ്സ് വരെ നമ്മൾ അനുഭവിക്കുന്ന രോഗങ്ങളെ എന്താ പറയുക? ബാലാരിഷ്ടത. പൂർവ്വകർമ്മമാണ്, കത്തിത്തീരുകയാണ്. അതിനാണ് ബാലാരിഷ്ടത എന്ന് പറയുന്നത്. അപ്പം ഇങ്ങനെ പശുബുദ്ധിയെ അടക്കാൻ, പശുവിൻ്റെ ബുദ്ധി, അതുകൊണ്ടാണ് കാളയുടെ രൂപം കൊടുത്തിരിക്കുന്നത്. പശുബുദ്ധിയെ അടക്കാൻ ജീവന് സാധിക്കുമ്പോൾ ആരുടെ സഹായം കൊണ്ട്? പശുപതിയുടെ സഹായം കൊണ്ട്. അതിന് ശിവനെന്നോ ബ്രഹ്മെന്നോ നാരായണെന്നോ എന്തർത്ഥം വേണമെങ്കിൽ എടുത്തോളൂ. അങ്ങനെ എടുക്കാൻ സാധിക്കുമ്പോൾ പാശുപത വിദ്യ സ്വായത്താക്കും. ഞാൻ അർജുനന് കൊടുത്തത് പാശുപത വിദ്യ, ജീവനെ നിയന്ത്രിക്കാനുള്ള വിദ്യയാണെന്ന് പറഞ്ഞു അല്ലേ? പാശുപത വിദ്യ സ്വായത്തമാക്കുമ്പോഴാണ് നമ്മുടെ ഉള്ളിൽ സാക്ഷിയുടെ രൂപം നമ്മൾ കണ്ടു തുടങ്ങുക. അപ്പോഴാണ് നാരദൻ്റെ എൻട്രി. ധ്രുവൻ ഇതുപോലെ ജീവനെ അടക്കാൻ, ജീവൻ്റെ
മറ്റ് ആവേഗങ്ങളെ അടക്കാനായിട്ട് കാട്ടിലേക്ക് ഇറങ്ങി പുറപ്പെട്ടപ്പോൾ സാക്ഷിയെ കണ്ടു വഴിയുന്നു അല്ലേ? പ്രഹ്ലാദൻ ഗർഭത്തിൽ തന്നെ പ്രവേശിച്ചിരിക്കുമ്പോൾ തന്നെ ആ മിതത്വം പാലിച്ചതുകൊണ്ട് ഗർഭിണിയായ അമ്മയെ രക്ഷിച്ചു കൊണ്ടുപോകാൻ വഴിയിൽ ഇന്ദ്രനെ മനസ്സാകണ ഇന്ദ്രൻ വിഷയസുഖങ്ങളിലേക്ക് തട്ടിക്കൊണ്ടുപോകാൻ പോകുമ്പോൾ അവിടെയും നാരദൻ വന്നു. അപ്പോൾ സാക്ഷി പ്രത്യക്ഷപ്പെടുന്നത് പശുരൂപിയായിട്ടുള്ള ജീവൻ പശുഭാവം വിട്ട് ഈശ്വരത്വത്തിലേക്കുള്ള ഫസ്റ്റ് കാൽച്ചോട് എടുത്ത് വയ്ക്കുമ്പോൾ ഗൈഡ് ചെയ്യാനായിട്ട് നാരദൻ വരും. അപ്പോൾ ഇവിടെ എന്തുണ്ടാവണം എന്നുള്ളത് നമുക്ക് പറയാം. അതാരെ ആദ്യം സമീപിക്കുക? സാക്ഷി മായയാണ് സമീപിക്കുക. സാക്ഷി ഭഗവാന്റെ അടുത്തേക്കല്ല വരിക, മായയിലേക്കാണ് സമീപിക്കുക. നേരെ കംസൻ്റെ അടുത്ത് ചെല്ലുന്നു നാരദൻ. ഇവിടെയാണ് അദ്ദേഹത്തിൻ്റെ ശരിയായിട്ടുള്ള മനോഹരമായിട്ടുള്ള ഏഷണി നടക്കുന്നത്. അവിടെ ചെന്ന് അദ്ദേഹം പറയും, കംസാ നീ ചതിക്കപ്പെട്ടു. ദേവകിയുടെ മകളാണെന്ന് നീ കരുതിയ ആ കുട്ടി വാസ്തവത്തിൽ യശോദയുടെ മകളായിരുന്നു. കംസൻ ഞെട്ടിപ്പോവും. കാരണം അപ്പോഴേക്കും തടവെന്നൊക്കെ മോചിപ്പിച്ച് നല്ല വീടൊക്കെ കൊടുത്ത് വീണ്ടും ദേവകിയും വസുദേവരെയും താമസിപ്പിച്ചിരിക്കുക മൂപ്പര്. ഇവർക്ക് മടുത്തു. ഇടയ്ക്ക് കംസം പ്രാന്ത് പിടിക്കാൻ പറയും കാരാഗ്രഹത്തിൽ കയറി. ഇടയ്ക്ക് സ്നേഹം വരും പറയും ഇറങ്ങി വായി വീട്ടിൽ താമസിക്കുക. വീണ്ടും പറയും കാരാഗ്രഹത്തിൽ കയറി. ഇങ്ങനെ ഇവരുടെ ജീവിതം കാരാഗ്രഹത്തിലും വീടിലായിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന കാലത്താണ് നാരദൻ വന്നിട്ട് ഈ പണിയൊപ്പിക്കണത്. എന്നിട്ട് പറയും ദേവകിയുടെ 8ാമത്തെ പുത്രൻ കൃഷ്ണനാണ്. രോഹിണി പ്രസവിച്ചു എന്ന് പറയുന്ന പുത്രൻ അവളുടെ 7ാമത്തെ മകനാണ്. ആ ഗർഭത്തെ ആകർഷിച്ചാക്കിയതാണ്. ഇവരെ രണ്ടുപേരെയും വസുദേവൻ നിന്നെ ഭയന്നിട്ട് നന്ദഗോപരുടെ അടുത്ത് ഏൽപ്പിച്ചാണ്. അനന്തശക്തിയുള്ള ആ കുമാരന്മാരാണ് നിന്റെ സകല സേവകരെയും കൊന്നത് എന്ന് പറയും. ഇത് കേൾക്കുമ്പോൾ ദേവകിയെ കൊല്ലാനായിട്ട് വാള് ഊരിയിട്ട് പുറപ്പെട്ടപ്പോൾ നാരദൻ പറയും അവളെ കൊന്നിട്ട് കാര്യമില്ല, നീ ഇവരെ കൊല്ലാൻ നോക്ക്. അദ്ദേഹത്തിന് ബ്രഹ്മത്തിനെ മായയായിട്ട് മുട്ടിക്കണം. അതിനുള്ള അരങ്ങ് സാക്ഷി ഒരുക്കും. സാധകൻ തയ്യാറായി ഇറങ്ങിയാൽ സാക്ഷി ഇറങ്ങി കളിക്കും. സാധകൻ നമ്മൾ ഭഗവാനെ കിട്ടണം എന്ന് പറഞ്ഞ് ഇറങ്ങി പുറപ്പെട്ടാൽ നമുക്ക് ആത്മാർത്ഥതയുണ്ടെങ്കിൽ നമ്മുടെ എഫർട്ടുകൾ സിൻസിയർ ആണെങ്കിൽ സാക്ഷി അതിനുള്ള അരങ്ങൊരുക്കി തരും. ആ അരങ്ങൊരുക്കലാണ് ഇവിടെ നടക്കുന്നത്. അതങ്ങോട്ട് ഒരുക്കും. അങ്ങനെ വസുദേവനെയും ദേവകിയും വീണ്ടും പിടിച്ച് ചാങ്ങലക്കിട്ട് കാരാഗൃഹത്തിൽ എറിഞ്ഞു. നാരദൻ വേഗം അവരെ ജയിലിൽ അടച്ചു എന്ന് കണ്ട് ഉറപ്പ് വരുത്തിയപ്പോൾ സമാനായി, ഇനി ഇവിടെ പണി നടന്നോളെന്ന് പറഞ്ഞിട്ട് അവിടുന്ന് നേരെ ഗോകുലത്തേക്ക് പോയി, വൃന്ദാവനത്തിലേക്ക്. ഇനിയാണ് ഭഗവാനെ കാണാൻ പോകുന്നത്. കാരണം ബ്രഹ്മത്തിനെ സംബന്ധിച്ചിടത്തോളം മായയെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ എല്ലാ ദുർവാസനകളും മരിച്ചാലും മായയുടെ കോർ സ്വഭാവം ഉപനിഷത്ത് പറഞ്ഞ മാതിരി ദ്വിതീയാദ്വൈ ഭയം ഭവതി. അദ്വൈതമായിട്ടിരിക്കണതിനെ രണ്ടായിട്ട് കണ്ടാൽ അതിന്ന് ഭയമുണ്ടാവും, സംശയവും ഉണ്ടാവും. അതുകൊണ്ട് സ്വയം നശിക്കാണ്ട് മായ മുക്താവില്ല. മായയ്ക്ക് മരിച്ചേ പറ്റൂ. അത് നമ്മളിലൊക്കെയുണ്ട്. ഇപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എത്ര വാസന നശിച്ചാലും മായയുടെ ആവരണം, കംസൻ എന്ന് പറയുന്ന ആവരണം പോവാതെ നമുക്ക് മുക്തിയിലേക്ക് എത്താൻ പറ്റില്ല. അതിന് ഭഗവാനെ കാണണം. കംസൻ കാണണം. അതുകൊണ്ടാണ് ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞത് മരുമകനും അമ്മാവനും ഒരിക്കലേ കാണുള്ളൂ. കണ്ടിട്ട് മിനിറ്റുകൾക്കുള്ളിൽ അമ്മാവൻ തട്ടിപ്പോയി. മായയ്ക്ക് ഇരുട്ടിന് പ്രകാശമാകണം. ബ്രഹ്മജ്ഞാനത്തിൻ്റെ ദർശനത്തിൽ തന്നെ ഇരുട്ട് നശിച്ചു പോയി. വെളിച്ചം അടുത്തടുത്ത് വരെ ഇരുട്ടില്ലാണ്ടായി പോയി. ഇതാണ് സംഭവിച്ചത്. അങ്ങനെ നന്ദഗോപരുടെ അടുത്ത് വ്രജത്തിൽ താമസിക്കണ ആ നന്ദഗോപരുടെ കൂടെ ഇരിക്കുന്ന രാമകൃഷ്ണന്മാരെ ഇവിടെ വരുത്തണം എന്ന് പറഞ്ഞിട്ട് തൻ്റെ ബന്ധുവായിട്ടുള്ള അക്രൂരനെ, ക്രൂരത ഒട്ടുമില്ലാത്തവനെ എങ്ങനെയാണ് ബ്രഹ്മജ്ഞാനത്തിനെ മായയുടെ അടുത്തേക്ക് ആകർഷിച്ച് വരുത്തുക? ബ്രഹ്മജ്ഞാനത്തിന് സുഗമമായിട്ട് വരാൻ സാധിക്കുന്ന വിധത്തിലുള്ള നിരുപദ്രവങ്ങളായിട്ടുള്ള ആക്ടിവിറ്റികൾ വഴിയാണ്. അപ്പോൾ പലപ്പോഴും ഉപാസനയിൽ നമ്മൾ വിചാരിക്കും ഇത് ഭഗവാനെ ആരാധിക്കുന്ന വഴിയല്ലേ, പിന്നെന്താ ഇത് ചെയ്താലേ എന്ന് ചോദിച്ചിട്ട് നമ്മൾ ചില അബദ്ധങ്ങൾ കാണിക്കും. കണ്ടിട്ടുണ്ടോ? പുറമേ സതുദ്ദേശമാണ് എന്ന് തോന്നിപ്പിക്കണ ചില കാര്യങ്ങൾ നമ്മൾ ചെയ്യും. ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുക, ചില ആചാരങ്ങളുടെ പേരിൽ നമ്മൾ ചെയ്യുക. നമ്മുടെ വിചാരം അത് ബ്രഹ്മത്തെ ആകർഷിക്കാനാണെന്നാണ്. അത് അറിഞ്ഞുകൊണ്ട് തെറ്റായിട്ട് ചെയ്യണവർക്ക് അതിൻ്റെ ഫലം അങ്ങനെ തന്നെ വരുള്ളൂ. പക്ഷേ യഥാർത്ഥത്തിൽ ഭഗവാന്റെ സ്നേഹത്തിന് പാത്രമായിട്ടുള്ള ആൾക്കാരാണെങ്കിൽ അവരാ തെറ്റ് ചെയ്താലും ഭഗവാൻ ആ തെറ്റിനെ ശരിയാക്കി മാറ്റി അവരെ എന്ന് രക്ഷിക്കും. ഇവിടെ കംസൻ പ്രയോഗിക്കുന്ന മായയുടെ ഒരു വിദ്യയാണ്. ഈ ഈശ്വര ചൈതന്യത്തിനെ അവനവൻ്റെ നാശത്തിനായിട്ട് ആകർഷിക്കാനായിട്ട് ചില വിദ്യകൾ ചെയ്യും. അതിൽ പെട്ടിട്ടുള്ള ഒരു വിദ്യയാണ് ഈ അക്രൂരനെ പറഞ്ഞേക്കുന്നത്. കാരണം അക്രൂരൻ സർവ്വസമ്മതനാണ്, അയാളെ എല്ലാവർക്കും ഇഷ്ടമാണ്. തൻ്റെ വേറൊരു ദൂതനെ അയച്ചാൽ ചിലപ്പോൾ നന്ദഗോപൻ മക്കളെ അയക്കില്ല. അതുകൊണ്ട് മായാരൂപിയായിട്ടുള്ള ധനുസ്സിനെ വെച്ചിട്ട് പൂജ കഴിക്കണ ധനുർയാഗത്തിന് ത്രയംബകം എന്നാണ് നമ്മൾ രാമൻ ഒടിച്ച വില്ലിൻ്റെ പേര്. അത് ത്രിഗുണാത്മകമാണ്. സത്വരജസ്തമോ ഗുണങ്ങളാകണ മായയാണത്. ആ മായയാണ് ഭഗവാൻ
ഓടിച്ചു കളഞ്ഞത്. പരമാത്മാവായിട്ടുള്ള മഹാദേവൻ ഈ 3 ഗുണങ്ങളോട് കൂടിയിട്ടുള്ള പ്രകൃതിയുടെ രൂപമുള്ള വില്ലെടുത്തിട്ടേ യുദ്ധം ചെയ്യുള്ളൂ. കാരണം അദ്ദേഹം ഇതിനൊന്നും ബന്ധമില്ലാത്ത ആളാണ്. അതിൽ ജീവനെ നിയന്ത്രിക്കണ വിദ്യയാകണ പാശുപതം തൊടുത്തിട്ട് അദ്ദേഹത്തിൻ്റെ യുദ്ധങ്ങളൊക്കെ. വേദത്തിൽ ഭഗവാന് തൃശൂലം എന്ന് പറഞ്ഞിട്ട് ആയുധം കാണില്ല, അസ്ത്രങ്ങളെ കാണുള്ളൂ. രുദ്രം ചെല്ലുണ്ട്, മാന ഏകസ്മിന്നാഗസിമാ ദ്വയോരുത തൃഷു വധീർമാശൂര ഭൂരിഷു. ശ്രീരുദ്രത്തിലെ മന്ത്രമാണ്. ഭഗവാനെ നിൻ്റെ അസ്ത്രത്തിന് എന്നെ ഇരയാക്കരുത്. ഞാൻ 1 തെറ്റ് ചെയ്താലും 2 തെറ്റ് ചെയ്താലും 3 തെറ്റ് ചെയ്താലും നിൻ്റെ അസ്ത്രത്തിന് എന്നെ ഇരയാക്കല്ലേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. അത് പൂജാരിമാർ, അർച്ചകന്മാർ ക്ഷമാപണ പ്രാർത്ഥനയായിട്ട് ചെല്ലണമാണ് നമ്മൾ, പ്രത്യേകിച്ച് കേരള സമ്പ്രദായത്തിൽ ഏത് ദേവനും. അപ്പോൾ അസ്ത്രത്തിന് വലിയൊരു പ്രാധാന്യം ഉണ്ട്. അതുകൊണ്ട് അതിൻ്റെ കെയർ ഓഫ് പറഞ്ഞിട്ട് അക്രൂര നിങ്ങൾ പോയിട്ട് ആ പിള്ളേരെ ഇവിടെ പിടിച്ചുകൊണ്ട് വരണം. ഞാൻ പ്രവേശന കവാടത്തിൽ തന്നെ കുവലയാപേട എന്നുള്ള ആനയെ നിർത്തും. ഒന്നുമില്ലെങ്കിൽ അത് ചവിട്ടിക്കൊല്ലും. ഇനി അതിനെയും മറികടന്നവർ വന്നാൽ എൻ്റെ മല്ലന്മാർ ചാണൂരനും മുഷ്ടികനും കൊന്നോളും എന്ന് പറയുന്നത്. കുവലയാപീഠം അഹങ്കാരത്തിൻ്റെ മൂർത്തിമദ്ഭാവമാണ്, ദർപ്പാണ്. ചാണൂരനും മുഷ്ടികനും ഡമ്പും അതേപോലെ അതിൻ്റെ ഒപ്പമുള്ള കളവുമാണ്, അസത്യവും. അപ്പം അങ്ങനെ കൊല്ലാം ബ്രഹ്മത്തെ, ബ്രഹ്മജ്ഞാനത്തിനെ അങ്ങനെ വധിക്കാമെന്ന് മായ വിചാരിക്കുന്നു. അതിനുശേഷം അക്രൂരൻ ഇവിടേക്ക് ചെല്ലണു. ഈ എന്താ പറയുക, ജീവനിൽ ദ്വൈതഭാവത്തിന് ശക്തി വർദ്ധിക്കണ സമയത്ത് ആസുരീ പ്രകൃതിക്ക് ശക്തി വർദ്ധിക്കും. ആ സമയത്താണ് കംസന് കുറച്ച് ശക്തി വർദ്ധിച്ചതായിട്ട് എല്ലാവർക്കും തോന്നി. കംസൻ അങ്ങോട്ട് ഇറങ്ങി പണിയെടുക്കാൻ തുടങ്ങി. അങ്ങനെ അക്രൂരൻ അവിടെ ചെല്ലണു. എന്താ പറയുക, ഭഗവാനെ ഇങ്ങോട്ട് കൊണ്ടുവരാനുള്ള അനുമതി വാങ്ങുന്നു. ഇതിനിടയ്ക്ക് ഈ കംസനും അക്രൂരനുമായിട്ടുള്ള സംഭാഷണത്തിൽ അനവധി വിഷയങ്ങൾ അവിടെ വരുന്നുണ്ട്. ജരാസന്ധൻ എന്ന് പറയുന്ന എൻ്റെ അമ്മായിയച്ഛനും ഗുരുവാണ്. ദ്വിവിധൻ എന്ന് പറയുന്ന വാനരൻ എൻ്റെ പരമമിത്രമാണ്. അത് മാത്രമല്ല ശമ്പരൻ, നരകൻ, ബാണൻ, ഇങ്ങനെ വേറെയും ഫ്രണ്ട്സ് എനിക്കുണ്ട്. ഇവരൊക്കെ ദുർഗുണങ്ങളാണ്. ജരാസന്ധം പ്രാരബ്ധമാണ്. പ്രാരബ്ധം കൊണ്ട് ബ്രഹ്മജ്ഞാനത്തിനെ നശിപ്പിക്കാം വേണമെങ്കിൽ. ദ്വിവിധം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തും രണ്ടായി കാണാനുള്ള ബുദ്ധിയാണ്. ഇതാണ് വിവിധവധം എന്ന് പറഞ്ഞിട്ട് കൃഷ്ണാട്ടത്തിലുള്ളത്. കൃഷിയുടെയൊക്കെ ആവശ്യത്തിന് ആണത് നേരാൻ പറയുക. കേരളത്തിൽ മാത്രമാണ് അതിനെ വിവിധം എന്ന് പറയുന്നത്. ശരിക്കും അത് ദ്വിവിധനാണ്. അപ്പോൾ ഇതൊക്കെ പറയുന്നുണ്ട്. അങ്ങനെയാണെങ്കിലും എനിക്ക് അസുരന്മാരെ സപ്പോർട്ട് ചെയ്യുന്ന അനവധി രാജാക്കന്മാർ എൻ്റെ കയ്യിലുണ്ട്. ഞാൻ ഏത് വിധത്തിലെങ്കിലും രാമകൃഷ്ണന്മാരെ കൊന്നിട്ട് ഈ മധുരയെ ഭരിക്കും. ഈ മധുര കാണാനാണ് അവരെ വിളിക്കണമെന്ന് പറഞ്ഞിട്ട് ഇവിടുത്തെ കാഴ്ചകളെയൊക്കെ വർണ്ണിപ്പിച്ച് ആ കുട്ടികളിൽ ഇവിടേക്ക് വരാനുള്ള കൗതുകം ഉണ്ടാക്കണം എന്ന് പറയും. മധുര എന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സാണ്. മനസ്സിൻ്റെ വൈചിത്ര്യങ്ങൾ കാണിച്ചിട്ട് വിളിച്ചു വരുത്താനാണ് പറഞ്ഞത്. കംസൻ ഭരിക്കാൻ ആഗ്രഹിക്കുന്നത് മധുരയാണ്. മായയ്ക്ക് എപ്പോഴും ഭരിക്കാൻ ആഗ്രഹം മനസ്സിനെയാണ്. മനസ്സിനെ വെച്ചാലേ അത് കളിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ എന്താ പറയുക, നമ്മുടെ കാലഘട്ടത്തിലും നമ്മുടെ മനസ്സുകളെ ഭരിക്കുന്നത് ഈ ദുഷിച്ച മായാരൂപികളായിട്ടുള്ള രാഷ്ട്രീയക്കാരാണ്. നമ്മുടെ അഭിപ്രായങ്ങളും എന്തിനും എന്തടിസ്ഥാനമായിട്ടുള്ള നമ്മുടെ ഒരു ചിന്താഗതിയും ഇന്ന് നിയന്ത്രിക്കുന്നത് രാഷ്ട്രീയക്കാർ വിളിച്ചു പറയണ വിഡ്ഢിത്തരങ്ങളാണ്. അഥവാ കഴിഞ്ഞ 2 ദിവസമായിട്ട് രാജ്യത്തിൻ്റെ ജനാധിപത്യത്തിൻ്റെ ശ്രീകോവിൽ എന്നൊക്കെ വിളിച്ച് ചുമ്മാ വെറുതെ ഹിപ്പോക്രസി പറയണ സ്ഥലത്ത് നടക്കണ വൃത്തികേടുകൾ കണ്ടില്ലേ? കൂടുതൽ പറയുന്നില്ല. അപ്പോൾ എന്താണെങ്കിലും അക്രൂരൻ കംസൻ്റെ ഹിതാനുകൂലി അല്ലാതിരുന്നിട്ട് പോലും, കംസനെ സപ്പോർട്ട് ചെയ്യണ ആളല്ല, എന്നിട്ടും ഭഗവാനെ കാണാമല്ലോ എന്നുള്ള ആഗ്രഹം കൊണ്ട് അവിടേക്ക് പോയി. അക്രൂരൻ പുറപ്പെട്ടതിൻ്റെ പുറകിൽ ഇതിൻ്റെ ഇടയിൽ കൂടിയും കംസൻ എഫർട്ട് നിർത്തിയിട്ടില്ല. കേശി എന്ന് പറഞ്ഞ അസുരനെ ഇതിൻ്റെ ഇടയ്ക്ക് വിട്ടിട്ടുണ്ട്. അവൻ വൃന്ദാവനത്തിലെത്തി. കേശി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനോവേഗത്തിൽ സഞ്ചരിക്കുന്ന ചിന്തകളാണ്. അതായത് നമുക്ക് ചില സമയത്ത് എത്ര ബ്രഹ്മജ്ഞാനം വന്നു കഴിഞ്ഞാലും ചില സമയത്ത് ചിന്തകളിങ്ങനെ മാനപ്പടക്കം പൊട്ടണ കാര്യം അങ്ങോട്ട് വരും. ഇപ്പം ഞാൻ പറഞ്ഞില്ല, വിഷ്ണു സഹസ്രനാമം ചൊല്ലി തുടങ്ങുമ്പോൾ ഓം വിശ്വം വിഷ്ണു എന്ന് വരെ ഓർമ്മയുണ്ടാവുള്ളൂ. പെട്ടെന്ന് ഓർക്കുമ്പോൾ ആ സർവപ്രഹരണമായതാന്ന് എത്തിയിട്ടും ഉണ്ടാവും അല്ലേ? ചിന്തകൾ വന്നു പോയതല്ല, കേശി വന്ന് നമ്മളെ പിടിച്ചതാണ്. കേശി ഈ ചിന്തകളാണ്. അപ്പോൾ ഭഗവാൻ എന്താ ചെയ്യണത്? തൻ്റെ കരം, കർമ്മത്തിൻ്റെ ഇന്ദ്രിയമായിട്ടുള്ള കരം, ഭഗവാന്റെ മനസ്സ് ആണ് ഈ കൈ കൊണ്ട് ആക്കുന്നത്. ഭഗവാൻ അതിനെ അവൻ്റെ വായുടെ ഉള്ളിലേക്ക് കുത്തിക്കയറ്റി തൊണ്ടയിൽ കൊണ്ടുപോയിട്ട് ലോക്ക് ചെയ്തിട്ട് കൈ വലിപ്പം ആക്കാനും തുടങ്ങി. കൈ റെഡ് ഹോട്ടാക്കി ചുട്ടുപഴിപ്പിച്ചു. അവൻ വായ പൊള്ളി വായ തകർന്ന് ചാവുക ചെയ്യും. അവൻ വധിക്കുന്ന രീതിക്ക് പോലും പ്രാധാന്യമുണ്ട്. ഭഗവാന്റെ മനസ്സിനെ നമ്മുടെ മനസ്സാക്കി മാറ്റിയാൽ, ഭഗവാന്റെ രൂപത്തെ നമ്മുടെ മനസ്സിൻ്റെ ചിന്തയുടെ രൂപമാക്കി മാറ്റിയാൽ പിന്നെ ആ ചിന്തയും മനസ്സും ഭഗവാനാണ്. അതിൻ്റെ തീക്ഷ്ണതയിൽ, ചൂടിൽ, തേജസ്സിൽ ദുഷ്ടചിന്തകൾ കത്തിയെരിഞ്ഞു പോകും എന്ന് പറഞ്ഞിട്ട് കേശിയുടെ കഥ പറയണു. ആ
കേശിയെ വാലിൽ പിടിച്ച് ചുഴറ്റിയിട്ട് 400 വിൽപ്പാട് ദൂരേക്ക് വലിച്ചെറിഞ്ഞു എന്നാണ്. 400 വിൽപ്പാട് ദൂരേക്ക് വലിച്ചെറിഞ്ഞു. ഗരുഡൻ എന്ന് പറഞ്ഞാൽ ശാസ്ത്രത്തിൻ്റെ സ്വരൂപമാണെന്ന് ഞാൻ പറഞ്ഞിരുന്നു. കാളിയൻ അഹങ്കാരമാണ്. അതുകൊണ്ടാണ് സർപ്പം എപ്പോഴും അറിവില്ലായ്മയുടെയും സംസാരത്തിൻ്റെ രൂപവും. അതിനെ ലീലയായിട്ട്, അത് കൊത്തിയ ചത്തുവും, അതിനെ എടുത്ത് ലീലയായിട്ട് കഴുത്തിലിടുന്നവൻ യോഗേശ്വരേശ്വരനായിട്ടുള്ള മഹാദേവൻ. ആ സർപ്പത്തിനെ തൻ്റെ വാഹനത്തിനെ കാണിച്ചിട്ട് ഓടിക്കുന്ന ശാസ്ത്രമാണ് നാരായണൻ്റെ വാഹനം. ബ്രഹ്മത്തിൻ്റെ വാഹനം ശാസ്ത്രം, വേദമാണ്. ആ വേദം കാണുന്ന മാത്രയിൽ സംസാരം ഓടി ഒളിക്കും. നമ്മൾ രാവിലെ നമസ്കരിക്കില്ല, സംസാര സർപ്പദൃഷ്ടം ജ വിഷ്ണുരാധ. അപ്പം തക്ഷകൻ ആരാ? സംസാര സർപ്പമാണ് കൊത്തുന്നത്. അവൻ ആരെയാ പേടി? ഗരുഡനെയാണ് പേടി. ഗരുഡൻ വേദമാണ്. അപ്പോൾ എപ്പോഴും ഭഗവാൻ ആരെങ്കിലും കടന്നു പിടിക്കുമ്പോൾ, കംസനെ പിടിക്കുമ്പോൾ, കേശിയെ പിടിക്കുമ്പോൾ ഗരുഡൻ സർപ്പത്തെ പിടിച്ച പോലെ, ഗരുഡൻ സർപ്പത്തെ പിടിച്ച പോലെ എന്ന് ഇങ്ങനെ അലങ്കാരം പറയും. സാധാരണ പുനരാവൃത്തി ദോഷം ഉണ്ടാക്കാറില്ല ആചാര്യന്മാർ. ഒരു കാര്യം ഒരിക്കൽ പറഞ്ഞാൽ അവർ വീണ്ടും പറയില്ല. നമുക്ക് വ്യാഖ്യാനിക്കേണ്ടി വരുന്നതുകൊണ്ടാണ് ഇത് വീണ്ടും വീണ്ടും പറയേണ്ടി വരുന്നത്. ദോഷമാണ്. ഇതിന് പ്രായച്ചിത്തം ചെയ്യണം. ഞാൻ ഇത്രയും ദിവസം ഞാൻ എത്രയോ ആവർത്തിച്ചിട്ടുണ്ട് ഈ വ്യാസപീഠത്തിൽ ഇരുന്നിട്ട്. പുനരാവൃത്തി ദോഷമാണ്. പക്ഷെ നമ്മുടെ കാലഘട്ടത്തിൽ നിവൃത്തിയില്ല. പക്ഷെ ഇവിടെ പുനരാവൃത്തി ദോഷമേ അല്ല. കാരണം ഈ അറിവ് പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയിട്ടുണ്ട്. ഗരുഡൻ സർപ്പത്തെ പിടിച്ച പോലെ, ഗരുഡൻ സർപ്പത്തെ പിടിച്ച പോലെ എന്ന് പറയും. സഹസ്രനാമത്തിൽ തന്നെ ചില നാമങ്ങൾ ആവർത്തിക്കാനാണ്. ഇപ്പോൾ വാസുദേവ, വസുപ്രിയ, വസുരേത, അതൊക്കെ ആവർത്തിക്കും. ഒന്നിൻ്റെ അർത്ഥമല്ല വേറൊന്നിന്. അതുകൊണ്ടാണ് അത് ആവർത്തിച്ചിട്ടുള്ളത്. വാക്കൊന്നാണ്, അർത്ഥം വ്യത്യാസമാണ്. അപ്പോൾ മനസ്സിൻ്റെ സങ്കല്പങ്ങളാണ് കേശി. അതിനെ കളയാൻ മനുഷ്യൻ വളരെയധികം പ്രയത്നിക്കേണ്ടതുണ്ട്. സങ്കല്പങ്ങളെ അനേക കാതം ദൂരേക്ക് വലിച്ചെറിഞ്ഞിട്ട് വേണം ബ്രഹ്മജ്ഞാനി പോരാൻ. അത് പിന്നെ അവിടുന്ന് എണീച്ച് വരാനുള്ള സമയം പോലും അതിന് കൊടുക്കരുത്. അങ്ങനെ വലിച്ചെറിയണം എന്നാണ് പറയുന്നത്. അങ്ങനെ ഭഗവാന്റെ ഈ കംസഭൃത്യന്മാർ ഓരോരുത്തരായിട്ട് ഭഗവാന്റെ കൈ കൊണ്ട് മരിച്ചിട്ടുണ്ടെങ്കിലും യഥാർത്ഥ അവിദ്യയായിട്ടുള്ള ശരീരബോധം എന്ന് പറയുന്ന മായയായിട്ടുള്ള ദ്വൈതഭാവത്തിൻ്റെ ഞാനും ഈശ്വരനും വേറെ എന്നുള്ള ചിന്തയായിട്ടുള്ള കംസൻ മരിച്ചിട്ടില്ല. അവൻ മരിക്കണം. അതിനു വേണ്ടിയിട്ടാണ് അവിടുന്ന് അടുത്ത കഥയിലേക്ക് ചെല്ലുന്നത്. അങ്ങനെ ആ സമയത്ത് കേശിയെ കൊന്നിട്ട് ആ കാട്ടിൽ ഭഗവാനും കൂട്ടുകാരും ഇരിക്കുന്ന സമയത്ത് നാരദൻ കാട്ടിലേക്ക് വരും. ആ കാട്ടിൽ വന്ന് ഭഗവാനെ സ്തുതിക്കും. ഭഗവാനെ ആ സ്തുതിക്കുന്നത് തന്നെ വളരെ വിശേഷമായിട്ടാണ്. അതിൽ ബ്രഹ്മതത്വം മുഴുവൻ കൊടുത്തിട്ടാണ് സ്തുതിക്കുന്നത്. ആ ബ്രഹ്മരൂപിയായിട്ടുള്ള ഭഗവാനെ കാണാൻ സാക്ഷി വരികയാണ്. അത് ഭഗവാനും ഈ രൂപത്തിലായിരിക്കണമെങ്കിലും തൻ്റെ സാധ്യത എന്താണെന്ന് ഭാവം അറിയില്ല. ഞാൻ പറഞ്ഞു, ഭഗവാൻ ദ്വൈതഭാവം ഇല്ലാത്തവനായതുകൊണ്ട് പ്രപഞ്ചത്തിൽ ദ്വൈതം കൊണ്ടുണ്ടാവണ ദുഃഖം ഭഗവാൻ അറിയില്ല. ആരെങ്കിലും പോയി പറയണം, അപ്പോഴേ ഭഗവാൻ അറിയുള്ളൂ. അങ്ങനെ അറിഞ്ഞിട്ട് ഭൂമിയിൽ വന്നിട്ടുണ്ടെങ്കിലും ഇപ്പോഴും ശരിയായിട്ട് സ്റ്റേറ്റ് ഓഫ് അഫയേഴ്സ് ഭഗവാന് അറിയുന്നില്ല. അദ്ദേഹം സർവജ്ഞനല്ലേ, എല്ലാം അറിയില്ലേ ചോദിക്കും. ഈ എല്ലാം അറിയുന്നതും ദ്വൈതമാണ്. അതുകൊണ്ട് ഭഗവാൻ മനഃപൂർവ്വം അറിയുന്നില്ല. അവിടെ ഒരാൾ വന്നത് പറഞ്ഞു കൊടുക്കുകയും പ്രശംസിക്കുകയും വേണം. പ്രശംസിക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടെ കഴിവെന്താണെന്ന് വേറൊരാൾ വന്ന് പറഞ്ഞു തരുമ്പോഴാണ് നമുക്കറിയാം. ഹനുമാൻ ബ്രഹ്മനിഷ്ഠരാണ്. ഹനുമാൻ ഒന്നും വേണ്ട. പക്ഷെ ജാമ്പവാൻ വന്നിട്ട് പറഞ്ഞു, നിന്നെക്കൊണ്ട് സമുദ്രം ചാടാൻ പറ്റും. വാനരന്മാരൊക്കെ സ്തുതിക്കും. അപ്പോഴാണ് ശരീരം വളരുന്നത്. പ്രശംസ കേൾക്ക ശരീരം വളരുന്നത്. അതായത് ബ്രഹ്മബോധം, തൻ്റെ വ്യാപ്തി, തൻ്റെ ശക്തി, താൻ സകലത്തിലും വ്യാപിച്ചിരിക്കണം എന്നുള്ള ബോധം. ഇവിടെ നാരദൻ എക്സാക്ട്ലി അതാ ചെയ്യണം. സാക്ഷി വന്നിട്ട് ഭഗവാനെ അങ്ങോട്ട് സ്തുതിച്ച് നമ്മളൊരു എരികേറ്റി പറയില്ലേ, ഈ ഗുസ്തിക്കിറങ്ങണ ആളുടെ അടുത്ത് പോയിട്ട് ചെകിടത്തൊക്കെ അടിച്ച് കട അടിച്ചിട്ട് പിരിയൊക്കെ കയറ്റി തലയിൽ കൂടെ വെള്ളമൊക്കെ ഒഴിച്ചിട്ട് ആളെ അങ്ങോട്ട് WWF കാണുമ്പോൾ കണ്ടിട്ടില്ലേ, അത് തന്നെ ആ എരികേറ്റാണ്. അനന്ത ശക്തിമാനെ എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് വിളിച്ചിട്ട് പിന്നെ ഭഗവാന്റെ വരാനിരിക്കണ കാലത്തിൻ്റെ ലീലകളൊക്കെ അങ്ങോട്ട് പറഞ്ഞ് കയറ്റാണ്. ഇപ്പം നമ്മൾ പറയാണ്, നമ്മുടെ കുട്ടികൾ ഒരു പരീക്ഷ എഴുതാൻ പോകണു, നീ ഫസ്റ്റ് റാങ്ക് മേടിക്കണം, അച്ഛൻ കാണും അല്ലെങ്കിൽ അമ്മ കാണും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കുട്ടിയുടെ മനസ്സിലുണ്ടാവുന്ന ഒരു ശക്തി ഉണ്ടല്ലോ, വരാനിരിക്കുന്ന ഒരു കാലത്തിന് ഇട്ട് കൊടുക്കണം. ഇവിടെ പറയുക, ആ ഭഗവാനെ ആ നാരദ മഹർഷി മനസ്സുകൊണ്ടങ്ങോട്ട് നമസ്കരിച്ചോളൂ. പറയണം, അല്ലയോ പ്രഭോ, മറ്റന്നാൾ അവിടുന്ന് 2 ദിവസം കഴിഞ്ഞാൽ ഇന്ന് കാണുന്നതിൻ്റെ മറ്റന്നാൾ അവിടുന്ന് 5 മല്ലന്മാരോട് യുദ്ധം ചെയ്യണത് ഞാൻ കാണും. കംസൻ്റെ മല്ലന്മാരെ അങ്ങ് നശിപ്പിക്കുന്നത് ഞാൻ കാണും. മല്ലന്മാരും കുവലയാഭീടെന്ന് പറയുന്ന ദുഷ്ടനായിട്ടുള്ളൊരു ആനയും അതിൻ്റെ പാപ്പാനെയും അവിടുന്ന് അടിച്ചു കൊല്ലുന്നത് ഞാൻ കാണും. കംസൻ അങ്ങയുടെ ദർശനമാത്രയിൽ ഭയം കൊണ്ട് വിറച്ച് വീഴുമ്പോൾ അങ്ങയുടെ താഠനം കൊണ്ട് മരിക്കണത് അടിയൻ കാണും.
അതിനുശേഷം അവിടുന്ന് ശംഖാസുരൻ, കാലയവനൻ, മുരൻ, നരകാസുരൻ തുടങ്ങിയവരൊക്കെ അങ്ങയുടെ ജീവിതകാലത്ത് വധിക്കും. സ്വർഗത്ത് നിന്ന് ഇന്ദ്രനെ തോൽപ്പിച്ച് പാരിജാത വൃക്ഷത്തിനെ കൊണ്ടുവരും. അനവധി രാജകന്യകമാരെ അവിടുന്ന് വിവാഹം ചെയ്യും. ദ്വാരകയിൽ താമസിക്കും. നൃഗന് മോക്ഷം കൊടുക്കും. സമന്തമണിയോടുകൂടിയിട്ട് ജാമ്പവതിയെ അവിടുന്ന് നേടും. ബ്രാഹ്മണൻ്റെ മരിച്ചുപോയ പുത്രനെ അവിടുന്ന് സ്വന്തം ധാമത്തിൽ നിന്ന് കൊണ്ടുവന്ന് കൊടുക്കുന്നു. സന്താനഗോപാലൻ കഥ വരെ സൂചിപ്പിച്ച് രാജസൂയ യജ്ഞത്തിൽ വെച്ചിട്ട് അവിടുന്ന് ശിശുപാലനെ വധിക്കും. അതിനുശേഷം ദന്തഭക്തരനെ വധിക്കും. ഇതൊക്കെ ഞാൻ കാണും എന്ന് പറഞ്ഞിട്ട് കണ്ണീരൊഴുക്കിയിട്ടാണ് പറയണ നാരദൻ. ഞാനിത് മുഴുവൻ കാണും. അതിനും പുറമെ അവിടുന്ന് ദ്വാരകയിലിരുന്നരളി പൃഥ്വീതലത്തിൽ കവികൾ പാടുന്ന കീർത്തനങ്ങൾ കൊണ്ട് എന്തൊക്കെ കർമ്മങ്ങൾ ചെയ്യോ അതൊക്കെ ഞാൻ കാണുന്നു. നാളെ ലോകം പാടാൻ പോണ അങ്ങയുടെ എന്തൊക്കെ ലീലകളുണ്ടോ അത് മുഴുവൻ ഞാനിരുന്ന് കാണും. പിന്നീട് കാലമാകണ രൂപത്തിൽ പൃഥ്വിയുടെ ഭാരം തീർക്കാനായിട്ട് അങ്ങയുടെ തന്നെ സ്വരൂപമായിട്ടുള്ള അർജുനൻ്റെ സാരഥിയായിട്ട് എത്രയോ രാജാക്കന്മാരെ സംഹരിക്കുന്നത് ഞാൻ കാണും എന്ന് പറഞ്ഞിട്ട് ആ 10ാമത്തെ ദശകം 37ാമത്തെ സ്കന്ധം 37ാമത്തെ അധ്യായം 21ാമത്തെ ശ്ലോകത്തിൽ നാരദ മഹർഷി വരാനിരിക്കുന്ന ഒരു കാലഘട്ടത്തിനെ മുഴുവൻ അവിടെ പറഞ്ഞു വയ്ക്കുന്നുണ്ട്. രോമാഞ്ചത്തോടും കണ്ണീരോടും കൂടിയിട്ടല്ലാണ്ട് ആ ഭാഗം നമുക്ക് വായിച്ചു തീർക്കാൻ സാധിക്കില്ല. അങ്ങനെ ആത്മാവിൽ അനന്തശക്തി ഉണ്ടെങ്കിലും അതിനെ ഉപയോഗിക്കാണ്ടിരിക്കുന്നത് വരെ നമ്മളാകണ സാധാരണ ജീവന്മാർ നമുക്ക് ശക്തിയില്ല, നമ്മൾ ദീനരാണ് എന്ന് പറഞ്ഞിട്ട് ഇരിക്കലേ ഉള്ളൂ. അതുകൊണ്ട് നമ്മുടെ സാക്ഷിഭാവമാണ് അത്രയാണ്. അതുകൊണ്ടാണ് ഈ കാരണം കൊണ്ടാണ് ഭഗവാൻ അർജുനോട് പറഞ്ഞ അവനവൻ്റെ നിൻ്റെ ആത്മാവിനെ കൊണ്ട് നീ നിന്നെ പൊക്കുന്നത്. ഉദ്ധരേത് ആത്മനാത്മാനം. ആത്മാവിനെ കൊണ്ട്, ആത്മാവ് തന്നെ സാക്ഷി, ആത്മാവ് തന്നെ ബ്രഹ്മം, അവനവനെ കൊണ്ട് അവനവനെ പൊക്കാൻ സാധിക്കുള്ളൂ എന്ന് അവിടെ പറഞ്ഞു വയ്ക്കുന്നു. ഇതിന് ശേഷം ഈ ഭഗവാനെ അവിടുന്ന് 23ാമത്തെ ശ്ലോകത്തിൽ വിശുദ്ധ വിജ്ഞാനഘനം സ്വസംസ്ഥയ സമാപ്ത സർവാർത്ഥമമോഘവാഞ്ചിതം സ്വതേജസാ നിത്യനിവൃത്തമായ ഗുണപ്രവാഹം ഭവന്തി മീമഹി. അല്ലയോ ദേവ, അവിടുന്ന് ശുദ്ധ വിജ്ഞാനഘനസ്വരൂപനാണ്. ഗുരുവായൂരപ്പ, അങ്ങയുടെ പരമാനന്ദ രൂപത്തിൽ സ്ഥിതനായിട്ടിരിക്കണോണ്ട് അങ്ങേക്ക് ആഗ്രഹിക്കുന്നത് എന്തും എപ്പോൾ വേണമെങ്കിലും കിട്ടും. കാരണം അങ്ങ് തന്നെയാണ് സർവം. ഞാൻ പറഞ്ഞു, ഭഗവാൻ ഒന്നും മോഷ്ടിക്കുന്നില്ല, എല്ലാം അദ്ദേഹമാണ്, എല്ലാം അദ്ദേഹത്തിൻ്റെ സ്വന്തമാണ്. അതൊക്കെ വീടുകളിൽ എടുത്തു വെച്ചിട്ടുള്ള ഗോപസ്ത്രീകളും ഗോപന്മാരുമാണ് കള്ളന്മാർ. ഭഗവാന്റെ സ്വത്തുക്കൾ വീട്ടിൽ അടക്കി വെച്ചിരിക്കുന്ന നമ്മളാണ് കള്ളന്മാർ. ഭഗവാൻ മോഷ്ടിക്കുന്നില്ല. അവനവന് വേണ്ടത് എടുത്തിട്ട് ഇഷ്ടം പോലെ അവനവൻ ഭുജിക്കണു, അവനവൻ മറ്റുള്ളവർക്ക് കൊടുക്കണം. ശിവോ ദാത ശിവോ ഭോക്ത ശിവസർവമിതം ജഗത്. ഭഗവാൻ തന്നെ ഉണ്ടാക്കണു, ഭഗവാൻ തന്നെ കഴിക്കണു, ഭഗവാൻ തന്നെ എല്ലാവർക്കും കൊടുക്കണു. പ്രപഞ്ചം മുഴുവൻ ഭഗവാനാണെന്നുള്ള ബോധം നമുക്ക് ഉണ്ടാവണം. അതാണ് ഇവിടെ പറയുന്നത്. അവിടുത്തെ ഇച്ഛാശക്തി എനിക്കൊന്നും വർണ്ണിക്കാൻ പോലും പറ്റുന്നില്ല. അങ്ങയുടെ തേജസ് ഈ ഗുണപ്രവാഹ രൂപമായിട്ടുള്ള സംസാരത്തിനെ നിശേഷം മാറ്റിക്കളയാൻ പ്രാപ്തമായിട്ടാണ്. അങ്ങനെയുള്ള അങ്ങേ ഞാൻ ശരണം പ്രാപിക്കണു ഭഗവാനെ എന്നാണ് പറഞ്ഞത്. നിത്യേന ചൊല്ലി പ്രാർത്ഥിച്ച് നമസ്കരിക്കുമ്പോൾ ചെല്ലേണ്ട ശ്ലോകമാണത്. ഈ 23ാമത്തെ ശ്ലോകം 37ാമത്തെ അധ്യായത്തിൽ ഈ വിശുദ്ധ വിജ്ഞാനകരം സ്വസംസ്ഥയ എന്ന് പറഞ്ഞ ശ്ലോകം. അങ്ങനെ ഈ ശ്ലോകത്തിൽ ഭഗവാന്റെ സ്വരൂപത്തിനെ വൃത്തിയായിട്ട് സ്പഷ്ടമാക്കി പറഞ്ഞിട്ടുണ്ട്. യുഗളഗീതത്തിൽ പറഞ്ഞ മാതിരി ഇതിൻ്റെ അർത്ഥം ചിന്തിച്ച് ധ്യാനിക്കുക. വളരെ വിശേഷമായിട്ടുള്ള ധ്യാനമാണിത്. ഇത് തന്നെയാണ് രജ്ജുസർപ്പം, അതായത് നമ്മൾ കയറും പാമ്പും എന്ന് പറഞ്ഞാൽ വേദാന്തം എന്താണോ പറയണത് അത് പറഞ്ഞു വെച്ചിരിക്കുന്നത്. അതിനുശേഷം അക്രൂരൻ വരുന്നു, അക്രൂരൻ്റെ അഭിവന്ദന ഭക്തി കാണുന്നു. അക്രൂരൻ കുട്ടികളെയും കൂട്ടിയിട്ട് വ്രജത്തിൽ നിന്ന് മധുരയിലേക്ക് പോകുന്നു. ആ സമയത്ത് ഞാൻ പറഞ്ഞു, പ്രേമഭക്തി മാത്രമാണെങ്കിൽ ഭഗവാന്റെ രൂപം കാണാണ്ട് നമുക്ക് ഉറക്കം വരില്ല. അതുകൊണ്ട് ഗോപികൾ കരഞ്ഞുകൊണ്ട് പുറകെ പോകുന്ന വഴിക്ക് ആ ബ്രഹ്മഹൃദത്തിൽ തൻ്റെ യഥാർത്ഥ ധാമത്തിനെ അക്രൂരിന് കാണിച്ചു കൊടുക്കും. ജലേ വിഷ്ണു സ്ഥലേ വിഷ്ണു എന്ന് പറഞ്ഞാൽ ആ ഭാവം കാണിച്ചു കൊടുക്കണം. അക്രൂരിനെ കാണുന്നതിനൊക്കെ അനവധി അർത്ഥതലങ്ങളുണ്ട്. അതൊന്നും നമുക്ക് സമയപരിധി കൊണ്ട് പറയാൻ പറ്റില്ല. താല്പര്യമുള്ളവർക്ക് മുമ്പ് പറഞ്ഞു വെച്ചിട്ടുള്ളതൊക്കെ യൂട്യൂബിൽ 18 സ്റ്റെപ്സിൽ കിടപ്പുണ്ട്, അതിൽ വിസ്തരിച്ച് കേൾക്കാം. അത് കഴിഞ്ഞ് മധുരയുടെ കവാടത്തിലെത്തുമ്പോൾ ഭഗവാൻ പറയും, ഇപ്പം ഞാൻ വീട്ടിലേക്ക് വരുന്നില്ല, ഞങ്ങൾ ഈ നഗരമൊക്കെ കണ്ടിട്ട് വരാം എന്ന് പറഞ്ഞ് അക്രൂരിനെ പറഞ്ഞേക്കണം. അതിനുശേഷമാണ് ഭഗവാന്റെ മധുരാപ്രവേശം. അത് ഞാൻ രുക്മിണി സ്വയംവരവും കഴിഞ്ഞ് ഇനിയിപ്പോൾ എനിക്ക് ഉച്ചയ്ക്ക് പ്രഭാഷണം വരുള്ളൂ, ഞാൻ അപ്പോഴേ പറയുള്ളൂ. അതുകൊണ്ട് ഈ ഭാവം മനസ്സിൽ നിന്ന് വിടാതിരിക്കുക. കാരണം ഈ ഭാവം മനസ്സിൽ നിന്ന് വിട്ടാൽ രുക്മിണി സ്വയംവരം അകത്തേക്ക് കിട്ടില്ല. അതിൻ്റെ തത്വം കല്യാണമൊക്കെ നന്നായിട്ട് ആഘോഷിച്ചോളൂ, ഒരു കുഴപ്പമില്ല. കാരണം ബ്രഹ്മാകാര വൃത്തി, ബ്രഹ്മജ്ഞാസ എന്ന് പറയുന്നത് ബ്രഹ്മത്തെ പ്രാപിക്കുന്നതിൻ്റെ മഹോത്സവമാണ് രുക്മിണി സ്വയംവരം എന്ന് മാത്രം ഇപ്പോൾ പറഞ്ഞു വെച്ചിട്ട്. കാരണം ഭഗവാന്റെ മധുരാപ്രവേശം പറയേണ്ടതാണ്. ആ മധുരാപ്രവേശം പറഞ്ഞില്ലെങ്കിൽ ബ്രഹ്മം എങ്ങനെയാണ് മായയെ നശിപ്പിക്കണം നമുക്ക് ഒരു പിടിയും കിട്ടില്ല. ഇത് നമ്മുടെ അകത്ത് നടക്കേണ്ട പ്രക്രിയ ആയതുകൊണ്ട് അങ്ങനെയുള്ള പൊന്നു ഗുരുവായൂരപ്പനെ
സാഷ്ടാംഗം നമസ്കരിച്ച്, നാരദ മഹർഷിയെ സാഷ്ടാംഗം നമസ്കരിച്ച്, അക്രൂരനെ സാഷ്ടാംഗം നമസ്കരിച്ച് ഈ പ്രഭാഷണത്തെ ചുരുക്കുന്നു. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. ഗുരുവായൂരപ്പ സർവേശ്വര സ്വാമിയേ ശരണമയ്യപ്പ.